നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ക്ഷേത്രത്തിൽ കയറാൻ ഷർട്ട് അഴിക്കണോ വേണ്ടയോ വിവാദം കൊഴുക്കുകയാണ്. ചില ക്ഷേത്രങ്ങളിൽ കയറാൻ ഉടുപ്പഴിക്കണമെന്ന നിർബന്ധം തിരുത്തണമെന്ന് ഇപ്പോൾ ആദ്യം പറഞ്ഞത് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ്. ക്ഷേത്രത്തിൽ വരുന്നവർ പൂണൂലുള്ളവരാണോ എന്ന് തിരിച്ചറിയാനായി ഉണ്ടാക്കിയ ആചാരമാണിത്. ഇന്നലെ ചെയ്തൊരബദ്ധം മൂഢന്മാർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം. കുമാരനാശാന്റെ വരികൾ കൂടി ചൊല്ലിയായിരുന്നു അദ്ദേഹം ഇത് ചൂണ്ടിക്കാട്ടിയത്. ഈ അഭിപ്രായത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണച്ചതോടെയാണ് ചർച്ച ചൂടുപിടിച്ചത്. ശിവഗിരി മഠത്തിനും മുഖ്യമന്ത്രിക്കുമെതിരെ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഇന്ന് രംഗത്ത് വന്നു. ആചാരങ്ങളിൽ കൈകടത്തരുത്, ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരമാണ്. ക്രിസ്ത്യൻ മുസ്ലിം ആചാരങ്ങളെ ഇങ്ങനെ വിമർശിക്കാൻ മുഖ്യമന്ത്രിക്കോ ശിവഗിരി മഠത്തിനോ ധൈര്യമുണ്ടോ എന്നും സുകുമാരൻ നായർ അതിനെ മറ്റൊരു തരത്തിലാക്കി ചോദിക്കുകയും ചെയ്തു. എന്തായാലും സംഭവം ഇപ്പോൾ വലിയ ചർച്ചയും വിവാദവുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം തന്നെയാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വടകരയിൽ നിന്നും ശ്രീ ബാലകൃഷ്ണനാണ് ആദ്യ പ്രേക്ഷകനെ എത്തുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, ഒരു വിവാദം നേരത്തെയൊക്കെ ഉണ്ടായിട്ടുള്ള പലതവണ ഉയർന്നു വന്ന വിഷയമാണ്. ഇപ്പോൾ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സ്വാമി സച്ചിദാനന്ദയാണ് ആദ്യം ഈ അഭിപ്രായം പറയുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ പിന്തുണച്ചു വരുന്നു. ഇന്നിപ്പോൾ NSS ജനറൽ സെക്രട്ടറി അതിനെതിരെ രംഗത്ത് വരുന്നു. ക്ഷേത്രങ്ങളിൽ കയറുമ്പോൾ പുരുഷന്മാർ ഷർട്ട് അഴിക്കണമെന്നുള്ള ആചാരം ചില ക്ഷേത്രങ്ങളെങ്കിലും ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് ഉള്ള വിഷയം. താങ്കൾക്ക് എന്താണ് ഇതിൽ അഭിപ്രായം? കിരൺ സാർ, നമസ്കാരം. നമസ്കാരം. എന്താ സാർ ഈ ചർച്ച ചെയ്യുന്നത്? വിശ്വാസികൾ ഒരുപക്ഷെ ഷർട്ടിടും ഷർട്ടിടില്ല, അത് അവരവരെ എന്ത് വിവാദം ഉണ്ടായിരിക്കുന്ന സാർ ഇപ്പൊ പറയുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു വിഭാഗത്തിന്റെ പ്രശ്നം വരുമ്പോൾ എപ്പോഴും പിന്തുണക്കുന്നതാണത്. അത് നമ്മൾ കാണുന്നതല്ലേ. വിശ്വാസികൾ ഷർട്ടിടാതെ ഇടച്ചിട്ടോ പോയിക്കോട്ടെ. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒട്ടേറെ ആചാരങ്ങളോ അനാചാരങ്ങളോ അതെല്ലാം കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലേ? അങ്ങനെയുള്ള മാറ്റം വരുത്തണമെന്നുള്ള ചർച്ചകളിലൂടെയല്ലേ ഇത്തരം മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അല്ലാതെ പണ്ട് 20, 50, 100 അല്ലെങ്കിൽ 200 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആചാരം വല്ലതും ആണോ ഇപ്പോഴുള്ളത്? അതെല്ലാം മാറിയില്ലേ? അല്ല സാർ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ മുഖ്യമന്ത്രിക്ക് ഇത് അനാചാരാണെന്ന് പബ്ലിക് പറയാനാവോ? ആരെങ്കിലും പറയുമ്പോൾ അവനെ പിന്തുണക്കുന്നില്ലേ? മുഖ്യമന്ത്രി പറയട്ടെ, ക്ഷേത്രത്തിൽ ഷർട്ട് അഴിക്കുന്നത് അനാചാരമാണെന്ന് വ്യക്തമാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാവട്ടെ. എന്തിനാ സാർ ഈ ഒളിച്ചു കളി? അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പുറം സ്റ്റേറ്റിലൊന്നും ഇങ്ങനെ ഷർട്ട് ഇട്ടിട്ടാണ് എല്ലാ ക്ഷേത്രത്തിലും പോകുന്നത്. പൂനൂല് കാണാൻ വേണ്ടിയാന്ന് ഏത് ചരിത്രത്തിൽ എവിടെയാ സാർ പറഞ്ഞിട്ട് അങ്ങനെ ഷർട്ട് അയപ്പിച്ചത്? പൂനൂല് കാണാൻ വേണ്ടിയിട്ട് ഒരു വിവാദം ഉണ്ടാക്കുന്നത്. താങ്കൾ പോലത്തെ ഇന്ത്യയിൽ ഒരു സെക്കൻഡ് സാർ, ന്യൂസ് 18 പോലെ ഇന്ത്യയിൽ മൊത്തം നെറ്റ്വർക്കുള്ള ഒരു ചാനൽ ഇത്ര ദയനീയമായ ഒരു കാര്യം ചർച്ചക്കെടുക്കുന്നത് വളരെ ദയനീയമാണ്. നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വലിയ വിവരങ്ങളാണ്. ഇത്തരം വിഷയങ്ങൾ സ്വാഭാവികമായും താങ്കൾ പറഞ്ഞത് ശരിയാണ്. കേരളത്തിന് പുറത്ത് ഒരു ക്ഷേത്രത്തിലും ഇങ്ങനെ ഷർട്ട് അഴിക്കേണ്ട അവസ്ഥയില്ല. അത് വിശ്വാസികളുടെ വഴിക്ക് പോകും. അതങ്ങനെ ഈ വിശ്വാസികളുടെ വഴിക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ന്യൂസ് 18 പോലത്തെ ഇന്ത്യയിൽ മൊത്തം നെറ്റ്വർക്കുള്ള ഒരു ചാനൽ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വിഷയം എടുക്കുന്നത്. പ്രയാസമാണ് സാർ. അതുകൊണ്ട് തന്നെയാണ് ശ്രീ ബാലകൃഷ്ണൻ ഈ വിഷയം ഞങ്ങൾ എടുക്കുന്നത്. ഒരു എളിയ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് ന്യൂസ് 18 പുച്ഛമാണ് ഇപ്പം തോന്നുന്നത്. ശരി, ഓക്കെ, താങ്കൾക്ക് അങ്ങനെ തോന്നാനുള്ള അവകാശം താങ്കൾക്കുണ്ട്, അത് താങ്കൾക്ക് ചോദിക്കാം. പക്ഷേ സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൽ നിന്നും മാധ്യമങ്ങൾ മാറി നിൽക്കേണ്ടവരല്ല. പ്രത്യേകിച്ച് മാറ്റം വരേണ്ട കേരളത്തിലെ പ്രധാനപ്പെട്ട 3 പേരാണ്. നിങ്ങളത് ചർച്ചയാക്കി എടുക്കല. എങ്ങനെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്താ ദൈവ നമ്പുരാനാട്ടാ? ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രി അല്ല, ശിവഗിരി മഠത്തിന്റെ അധിപനാണ് പറഞ്ഞത്. പ്രത്യക്ഷത്തിൽ വരട്ടെ മുഖ്യമന്ത്രി. അല്ല, ആദ്യം ശ്രീ ബാലകൃഷ്ണൻ താങ്കൾ കേൾക്കൂ. അനാചാരമാണെന്ന് ധൈര്യമുണ്ടെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പറയട്ടെ. ശ്രീ ബാലകൃഷ്ണൻ, അല്ലാതെ മറ്റൊരാൾ പറഞ്ഞിട്ട് അതിന്റെ പുറകിൽ നിന്ന് കാര്യം വോട്ട് നേടാൻ ശ്രമിക്കാന്നാണ്. അതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ശരി, ശ്രീ ബാലകൃഷ്ണൻ താങ്കൾ കേൾക്കൂ. എന്തായാലും കേരളത്തിലെ ആദ്യം ഇത് പറഞ്ഞത് സ്വാമി സച്ചിദാനന്ദയാണ്. അദ്ദേഹം ശിവഗിരി മഠത്തിന്റെ പ്രസിഡന്റാണ്. എല്ലിനുള്ളിൽ കുത്തിയിട്ടാ സാർ. അത് താങ്കൾക്ക് അങ്ങനെ പറയാം. പക്ഷേ കേരളത്തിൽ ശിവഗിരി മഠത്തെ സംബന്ധിച്ച് കേരളത്തിലെ പല അനാചാരങ്ങൾക്കെതിരെയും വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ആസ്ഥാനമാണ്. ശരി, ഓക്കെ, താങ്കളുടെ ആ അഭിപ്രായത്തെ താങ്കളുടേതായ അഭിപ്രായം നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഷർട്ട് ഇട്ട് ചില ക്ഷേത്രങ്ങളിലെങ്കിലും ഷർട്ട് ഊരി മാത്രമേ അമ്പലത്തിൽ കയറാവൂ എന്നുള്ള
ചില നിബന്ധനകളുണ്ട്. ഈ നിബന്ധനകൾ പൂണൂൽ കാണാൻ വേണ്ടിയുള്ളതാണ് ഈ നിബന്ധന ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആ നിബന്ധനകൾ മാറ്റണം, ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളെങ്കിലും മാറ്റണമെന്ന് ആദ്യം അഭിപ്രായം പറഞ്ഞത് സ്വാമി സച്ചിദാനന്ദയാണ്. അതിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി രംഗത്ത് വന്നു. അതിനെതിരെ നിങ്ങൾ ക്രിസ്ത്യാനിക്ക് മുസ്ലിമിനെതിരെ പറയുമോ എന്നുള്ള മറ്റൊരു ചോദ്യവുമായിട്ടാണ് ജി സുകുമാരൻ നായർ വന്നത്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഇതില് രാഷ്ട്രീയ നേതാക്കളിൽ ഇടപെടൽ പാടില്ല എന്നാണ്. ഇല്ലല്ല, മുഖ്യമന്ത്രി ആയാലും ആരായാലും ഈ ദൈവിക കാര്യങ്ങളിൽ ഇവർ ഇടപെടാൻ പാടില്ല എന്നാണ്. കാരണം ഈ ആത്മീയതയുടെ പേരിൽ ഇവർക്ക് രാഷ്ട്രീയ നേതാക്കൾ ഈ ദൈവവിശ്വാസം പോലും ഇല്ലാത്ത CPM-കാർക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെയല്ലോ, വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലോ വിഷയം. കേരളത്തിൽ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സമരം ചെയ്ത ആളുകളെല്ലാം വിശ്വാസികളൊന്നും അല്ലല്ലോ. അല്ല സാറേ, വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതെന്നല്ല, വിശ്വാസം ഇല്ലാത്ത ആളാകുമ്പോൾ ക്ഷേത്ര കാര്യങ്ങളിൽ അതെന്താണ് സന്തോഷം? വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ക്ഷേത്രകാര്യത്തിൽ ഇടപെട്ടുകൂടെ? അതെന്തുകൊണ്ട് പറ്റില്ല? എന്തുകൊണ്ട് പറ്റില്ല? അല്ല, എന്തുകൊണ്ട്? ദൈവത്തെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഒരു എന്തിനാ അങ്ങനെ വിശ്വാസിക്കും അവിശ്വാസിക്കും ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏത് സംവിധാനത്തിലും വിശ്വാസിക്കും അവിശ്വാസിക്കും ഒരേപോലെ ഇടപെടാൻ അവകാശമുണ്ട്. സാറേ ഞാൻ ചോദിക്കട്ടെ, അവരുടെ കൂടി പണം കൊണ്ട് അവരുടെ കൂടി അവകാശം കൊണ്ടല്ലേ ഈ കേരളത്തിലെ എല്ലാവിധ സംവിധാനങ്ങളും നിലനിൽക്കുന്നത്. അവർക്ക് ഇടപെട്ടുകൂടെ? എല്ലാവിധ സംവിധാനങ്ങളും നിലനിൽക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഒരു പള്ളിയുടെ കാര്യത്തിൽ ഈ വിശ്വാസമില്ലാത്ത കൊണ്ട് പൈസ ഇടുന്നുണ്ടോ? പൈസ അവരിടുന്നോണ്ടെന്നല്ല വിഷയം. ഈ സമൂഹത്തിൽ ഈ സർക്കാരും ഈ സംവിധാനങ്ങളും ഒക്കെ നിലനിർത്തുന്നല്ലേ ഈ സംവിധാനങ്ങൾ. ശ്രീ സന്തോഷിന് ചെറിയ സംശയം ചോദിച്ചോട്ടെ. അവിശ്വാസിയായ മനുഷ്യനായിരുന്നു ശ്രീ ജവഹർലാൽ നെഹ്റു. അദ്ദേഹമാണ് ഇന്ത്യയിൽ ഇന്ന് ഈ കാണുന്ന തരത്തിലുള്ള ഇന്ത്യയുടെ ആധുനിക ഇന്ത്യയുടെ രൂപീകരണത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയെ ഈ തരത്തിൽ സംവിധാനം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാൾ. അദ്ദേഹം വിശ്വാസിയായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഇത്തരം കാര്യത്തിൽ ഇടപെടുന്നതൊന്നും ശരിയല്ല എന്ന് പറയാൻ കഴിയുമോ? ഇന്ത്യ ഭരിച്ചിരുന്ന പല പ്രധാനപ്പെട്ട ആളുകളും വിശ്വാസികളൊന്നും ആയിരുന്നില്ല. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മിനി കൂടി ചെയ്യുന്നുണ്ട് മാവേലിക്കരയിൽ നിന്നും. ശ്രീ മിനി, കേരളത്തിൽ ഇപ്പോൾ സജീവമായ ഒരു വിവാദമാകാനൊക്കെ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആളുകൾ പലതരത്തിൽ പ്രതികരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വിഷയം എടുത്തത്. കാരണം ഈ വിഷയം സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. സമൂഹത്തിന് വൈകാര്യമായി ചിലർ പ്രതികരിക്കുമെങ്കിലും സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയം കൂടി തന്നെയാണ് ഇത്തരം മാറ്റങ്ങളെക്കുറിച്ചുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എടുത്തത്. താങ്കൾക്ക് എന്താണ് ഇതിൽ അഭിപ്രായമുള്ളത്? ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇതാണ്. കാരണം എല്ലാ മതങ്ങളും ഓരോ എന്താ പറയുക, ഓരോ ആചാരങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഹിന്ദുമതം ആചരിക്കുന്ന രീതിയിലല്ലായിരിക്കും ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ ഉള്ളത്. അപ്പൊ എന്റെ അഭിപ്രായം എല്ലാ മതവും അങ്ങനെ ഹിന്ദുമതത്തിൽ തന്നെ പൊതുവായ ആചാരങ്ങളൊന്നുമില്ല. ക്രിസ്ത്യൻ മതത്തിലും മുസ്ലിം മതത്തിലും ഒക്കെ ആചാരങ്ങളിൽ ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിൽ തന്നെ ഒരുപാട് ഉൾപ്പിരിവുകളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഹിന്ദു മതാചാരപ്രകാരം നമ്മൾ ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരിയിട്ട് ആണുങ്ങൾ കയറുക എന്നുള്ളതാണ്. അതിനകത്തൊക്കെ ഇത്രയും വിഷയങ്ങളാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾക്ക് മേൽവസ്ത്രമില്ലാതെയായിരുന്നു പലയിടത്തും അകത്ത് കയറുന്നത്. അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാണ് നമ്മളത് തിരുത്തിയത്. ഓക്കെ, അപ്പൊ കാലാനുസൃതമായ തിരുത്തലുകൾ വേണ്ടേ എന്നുള്ള ചോദ്യം കൂടി ഇല്ലേ അതിൽ? സാറേ, അപ്പം ഇതിപ്പോ എല്ലാത്തിലും ഒരേ ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അതെ, അപ്പൊ ഇത് ഹിന്ദുവിൽ മാത്രമായിട്ടൊരു ചേഞ്ചസ്, അതാണ് നമ്മൾ. അങ്ങനെയല്ലല്ലോ. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കുട്ടിയോട് നന്നാവണമെന്ന് പറഞ്ഞാൽ മറ്റു കുട്ടികളൊക്കെ നന്നായ ശേഷമേ ഞാൻ നന്നാവൂ എന്ന് പറയുന്നത് പോലെയല്ലേ മറ്റുള്ളവർ ചെയ്യാത്തത് കൊണ്ട് ഞാനും ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. മറ്റുള്ളവരും ചെയ്യണം. ഏത് മതമായാലും തെറ്റാണെങ്കിൽ തിരുത്തണം. അത് കാലത്തിനനുസരിച്ച് എല്ലാ മതങ്ങളിലെയും ആചാരങ്ങൾ മാറിയിട്ടുണ്ട്. അത് ഹിന്ദുവിൻ്റെ മാത്രമല്ല, മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഒക്കെ ആചാരങ്ങൾ കാലത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ചൊക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ആരാധനാലയം കയറുമ്പോൾ പലരും ചെരുപ്പും ഷൂവും ഒക്കെ അഴിച്ചു വെക്കും. ഒരു യൂറോപ്യൻ രാജ്യത്തെ ആരാധനാലയത്തിൽ കയറുമ്പോൾ ചെരുപ്പും ഷൂവും അഴിച്ചു വെക്കാൻ കഴിയില്ല. കാരണം കൊടും തണുപ്പുള്ള നാടാണ്. ആ നാട്ടിൽ കയറുമ്പോൾ ഷൂ അഴിച്ചിട്ട് കയറാൻ കഴിയില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങൾ അങ്ങനെ ഒരുപാട് അവിടെ വസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് ഉത്തരേന്ത്യയിലെ അല്ലെങ്കിൽ ഹിമാലയത്തിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കയറുമ്പോൾ ആരെങ്കിലും മേൽവസ്ത്രം അഴിക്കാൻ പറയും. ഒരു വസ്ത്രവും അഴിക്കാൻ പറയില്ല. ഒന്നിലേറെ 2, 3, 4 വസ്ത്രം ഇട്ടാണ് കയറുന്നത്. അതൊക്കെ മാറ്റങ്ങൾ പല സ്ഥലവും വ്യത്യാസമൊക്കെ ഇല്ലേ? അങ്ങനെ കോമണായ ഒരു ആചാരമൊന്നും അല്ലല്ലോ ഇതൊന്നും. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് പ്രദീപ് കൂടി ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കളുടെ ഈ വിഷയത്തിലെ അഭിപ്രായം? നമസ്കാരം കിരൺ. നമസ്കാരം. മിസ്റ്റർ കിരൺ, ഒരു തെറ്റ് താങ്കൾ പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. അതായത് താങ്കൾ താങ്കളെ തിരുത്തണമല്ല, അതിനെ ഒന്ന് ഓർപ്പിക്കണേ. ഈ സ്ത്രീകൾ മേൽവസ്ത്രമില്ലാതെ ക്ഷേത്രങ്ങളിൽ കയറുന്ന ഒരു സംസ്കാരം നമ്മുടെ കേരളത്തിൽ ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ കേരളത്തിലെ സ്ത്രീകൾക്കടക്കം നമ്പൂരി ആദ്യകാലങ്ങൾ കയറാൻ കഴിഞ്ഞിരുന്നത് നമ്പൂരി സ്ത്രീകൾക്ക് മാത്രമായിരുന്നു. ആ കാലത്ത് മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. കേരളത്തിലെ ചരിത്രം അതാണ്.
ഒരു മിനിറ്റ്, ക്ഷേത്രത്തിനകത്താണെന്ന് തോന്നുന്നില്ല. താഴ്ന്ന ജാതിയിൽപ്പെട്ട പ്രത്യേകിച്ച് അല്ല, തിരുവിതാംകൂറിലെ ക്ഷേത്രത്തിനകത്ത് കയറുന്നതിന് അങ്ങനെ തന്നെയാണ് അതിനകത്ത് കൃത്യമായ ഓക്കെ, കേരളത്തിന്റെ എനിക്കറിയില്ല. ചരിത്രം അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ ഓക്കെ, പുരുഷനും എനിക്ക് സ്ത്രീയും ഒന്നും മേൽവസ്ത്രം ധരിച്ചിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയൊക്കെയാണ് അങ്ങനെ ഒരു മേൽവസ്ത്ര സംസ്കാരത്തിലേക്കൊക്കെ കേരളം വന്നത് തന്നെ. എനിക്കറിയില്ല. എനിക്കറിയാവുന്നുള്ളത് എന്ന് പറയുന്നത് താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ തിരുവിതാംകൂറിലെ അങ്ങനെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെന്ന് കരുതപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അങ്ങനെ മുദ്ര കുത്തപ്പെട്ടിരുന്ന വിഭാഗങ്ങളിൽപ്പെടുന്നവർക്ക് ക്ഷേത്രത്തിലേ കയറാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ക്ഷേത്രപ്രവേശന വിളംബരവും ക്ഷേത്രത്തിൽ കയറാനൊക്കെ തുടങ്ങിയിട്ടും എല്ലാം ഈ ഒരു നൂറ്റാണ്ട് 1.5 നൂറ്റാണ്ടിന്റെ പഴക്കം മാത്രമേ നമുക്ക് ഈ വലിയ പുരോഗമന ചരിത്രത്തിനൊക്കെ ഉള്ളൂ. അതെ അതെ, പൊതുവെ സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കുവാനുള്ള മേൽവസ്ത്രം ധരിക്കുവാനുള്ള അവകാശം ഇല്ലാതെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിവേ മിസ്റ്റർ കിരൺ, ഞാനൊരു വിശ്വാസിയല്ല. എന്റെ കുടുംബമൊക്കെ വലിയ വിശ്വാസികളൊക്കെ ആയിരുന്നു. ഞാനൊരു വിശ്വാസിയല്ല, ഞാൻ നിരീശ്വരവാദിയല്ല, തീർത്ത് വിശ്വാസിയല്ല ഞാൻ. കാരണം എന്റെ മക്കളെയൊന്നും ഞാൻ ഒരു മതത്തിലും ചേർത്തിട്ടില്ല. അവരെ ജാതിയുമില്ല മതവുമില്ലാതെയാണ് ഞാൻ അവരെ അതിന്റെ രീതിയിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇതിനെയൊക്കെ വലിയ കാര്യമാക്കേണ്ട കാര്യമുണ്ടോ? ഈ പിണറായി വിജയന് വേറെ എന്നെല്ലാം പണിയുണ്ടെന്നേ. ആ വിശ്വസിക്കുന്നവരുടെ വിശ്വാസത്തിൽ അവരെന്ത് വേണോ ചെയ്തോട്ടെ. അവരവിടെ വസ്ത്രം ഇട്ടു പോവുകയോ വസ്ത്രം ഇടാതെ പോവുകയോ ഇദ്ദേഹത്തിന് എന്താണ് പ്രശ്നം? ഇദ്ദേഹം ഒരു വിശ്വാസി അല്ലല്ലോ. ഇദ്ദേഹം കമ്മ്യൂണിസം എന്ന് പറയുന്നത് നിരീശ്വരവാദികളുടെ കാര്യമാണ്. ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഇദ്ദേഹത്തിന് എന്തിനാണ് അവിടെ പോയി അങ്ങനെ പറയാൻ കഴിയുമോ ശ്രീ പ്രദീപ്? കേരളത്തിൽ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സമരം ചെയ്തവരെല്ലാവരും വിശ്വാസികളായിരുന്നു അല്ലല്ലോ. നോക്കൂ, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പിന്നല്ലാതെ ഞാൻ ചോദിക്കണേ, ശബരിമലയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലല്ലേ ഞാൻ അവിടത്തേക്ക് വേണ്ടി ഞാൻ സമരം ചെയ്യണം? അങ്ങനെയാണോ? അല്ലല്ലോ. കേരളത്തിൽ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സമരം ചെയ്തവരുടെ പേരുകളെല്ലാം താങ്കൾക്കറിയാമല്ലോ. അതിനകത്ത് എല്ലാവരും വിശ്വാസികളായിരുന്നോ? ഓക്കെ ആയിക്കോട്ടെ. അല്ല കിരൺ, ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോ ഇന്നത്തെ കാലത്തിൽ ഈ കാലഘട്ടത്തിൽ പിണറായി വിജയൻ അവിടെ പോയി അത് പറഞ്ഞു എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ എല്ലാ മതങ്ങളുടെ കാര്യം പറയണ്ടേ? മുസ്ലിങ്ങളുടെ കാര്യങ്ങളിൽ എന്തല്ല പറഞ്ഞിട്ടുള്ളത്? അതാണ് ശ്രീ പ്രദീപ് ഞാൻ ചോദിച്ചത്. താങ്കൾ പറഞ്ഞ ചോദ്യം ഇന്ന് ജി സുകുമാരൻ നായർ ചോദിച്ച ചോദ്യം. പിണറായി വിജയൻ അല്ല ഏത് നേതാവായാലും ഒരു മതത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മറ്റു മതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഞാനൊരു ഈ മതത്തെ കുറിച്ച് പറയാവൂ എന്ന് പറയുന്നതിനകത്ത് കാര്യമുണ്ടോ? കിരണേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ കിരണേ. ഞാൻ ഈ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റിന്റെ ഈ വലിയ ആദർശമൊക്കെ പറഞ്ഞുകൊണ്ടുവന്ന നേതാവ് ആദ്യം മുഖ്യമന്ത്രിയായപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഇത് ജാതി മതമില്ലാത്ത വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാക്കി ഇതിനെ മാറ്റുമെന്നാണ്. പക്ഷെ അദ്ദേഹം ഉടനീളം ഇത്രയും കാലം ചെയ്തതെന്ന് പറഞ്ഞാൽ ഓരോ മതക്കാരെയും പരസ്പരം അടിപ്പിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളാനും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ്. എന്നിട്ട് അതിൽ നിന്ന് ലാഭമുണ്ടാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. തൽക്കാലം അത്രയും വിശാലമായ വിഷയത്തിലേക്ക് ചർച്ച ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ ചേരുന്നത്. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായമുള്ളത്? എന്റെ അഭിപ്രായത്തില് വയനാട്ടില് ഒരു ആത്മഹത്യ നടന്നിട്ട് അതിനെപ്പറ്റി നിങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഇന്നലെ ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് ചർച്ച നടന്നിട്ടില്ല. അത് ഇന്നലെ ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമായിരുന്നു. വയനാടിന്റെ വിഷയത്തിൽ തന്നെ വാർത്താ സമ്മേളനമായിരുന്നു. അത്രയും സുപ്രധാനമായ ഒരു വാർത്താ സമ്മേളനം വരുമ്പോൾ നമ്മൾ അത് ഒഴിവാക്കി ചർച്ച ചെയ്യുക എന്ന് പറയുന്നതിന് അത് അനൗചിത്യമുണ്ട്. കേരളം എങ്ങനെയാണ് വയനാടിന്റെ പുനരധിവാസം എന്ന് പ്രതീക്ഷയോട് കാത്തിരുന്നതാണ്. അതിന്റെ പ്രഖ്യാപനം സമയമായതുകൊണ്ടാണ്. വയനാട്ടിൽ ആത്മഹത്യ കുറെ ദിവസമായില്ലേ? കാരണം CPM-ന്റെ ആണെങ്കിൽ ഇതോ എന്തൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുക. അപ്പൊ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, മുസ്ലിം സമുദായം പിണറായി വിജയൻ കാരണം ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? മറ്റേ തിരുശേഷത്തിനെ പറ്റി ബോഡി വേസ്റ്റ് ആണെന്നാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. അതെ, മുടി വേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ മുസ്ലിം മതത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് ഓരോരുത്തരും അവരുടെ അഭിപ്രായം അനുസരിച്ച് ഇപ്പോൾ ഒരാൾക്ക് പറയാം. ഇപ്പൊ നിങ്ങൾ തന്നെ ചോദിച്ചില്ലേ, നിങ്ങൾ അവിടെ ഏതോ CPM ആയിരുന്നെങ്കിൽ ചർച്ച ചെയ്യുമായിരുന്നില്ലേ എന്ന്. ഇന്നിപ്പോൾ ബന്ധപ്പെട്ട മറ്റുള്ളവർ ചോദിക്കുന്നത് ഇപ്പോൾ CPM-മായി കൂടി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാതെ CPM-നെ പ്രതിസ്ഥാനത്തുള്ള വിഷയങ്ങൾ മാത്രമൊന്നുമല്ല. ഓരോരുത്തരും ചോദിക്കുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾ ഞങ്ങളുടെ വിഷയമാണെങ്കിൽ അല്ലേ നിങ്ങൾ എടുക്കും, മറ്റുള്ള വിഷയം എടുക്കില്ലേ എന്ന്. എല്ലാവർക്കും ഇതേ അഭിപ്രായമുള്ളതാണ്, അതിൽ കാര്യമില്ല. അപ്പൊ ഈ ഷർട്ടിനെ പറ്റി ഇതിനെപ്പറ്റി പറയാ വെച്ചാല്, ക്ഷേത്രത്തില് ഷർട്ട് ഊരി നല്ല തണുപ്പ് കാലത്താണ് ഈ ഷർട്ട് ഊരിയിട്ടല്ലല്ലോ പോവുക. ചൂട് കാലത്തും ഷർട്ട് ഇട്ടിട്ട് പോവില്ലല്ലോ. പൊള്ളുന്ന വെയിലത്താണെങ്കിൽ പോകാൻ സാധ്യത ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ രമേശ് കൂടി ചേർന്നുണ്ട്. ചോറ്റാനിക്കരയിൽ നിന്നാണ് ശ്രീ രമേശ് ചേരുന്നത്. ശ്രീ രമേശ്, കേരളത്തിൽ പലതവണ ഉയർന്നിട്ടുള്ള ഒരു ചർച്ചയാണ് കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിലൊക്കെ പുരുഷന്മാർ കയറുന്നതിന് ഷർട്ട് അഴിക്കണമെന്നുള്ള നിർബന്ധമുള്ളത്. അത് ശിവഗിരിയിലെ മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ് ഇപ്പോൾ അഭിപ്രായം പറഞ്ഞത്. ശ്രീനാരായണ അദ്ദേഹം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടി പറഞ്ഞു, സമൂഹത്തിലെ ചില അനാചാരങ്ങൾ ശ്രീനാരായണ ഗുരു ക്ഷേത്ര സംസ്കാരത്തിൽ നിന്ന് ഒഴിവാക്കിയ അനാചാരങ്ങൾ ഇപ്പോൾ വീണ്ടും കൊണ്ടുവരുന്നതിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ ആ ക്ഷേത്ര നടത്തിപ്പുകാർ കൂടി പങ്കുണ്ടെന്ന് അതിനെ പിന്തുണച്ചാണ് മുഖ്യമന്ത്രി വരികയും ഇന്ന് അതിനെതിരെ ജി സുകുമാരൻ നായർ രംഗത്ത് വരികയും ഒക്കെ ചെയ്തു. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? അല്ല, ഇന്നിപ്പോ ഈ സുകുമാരൻ നായർക്ക് ഇത് പൊള്ളി എന്താണെന്ന് നമുക്ക് മനസ്സിലാകാത്തത്. അച്യുതാനന്ദ സ്വാമിയുടെ അഭിപ്രായത്തെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞു. ഒരു അഭിപ്രായം മാത്രമേ അത് നടപ്പാക്കാൻ എവിടെടുത്തും മുഖ്യമന്ത്രി പറഞ്ഞില്ല. ഇന്ന് സുകുമാരൻ നായർക്ക് പൊള്ളി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളത്. സുകുമാരൻ സച്ചിദാനന്ദ സ്വാമിനെ അയലെന്ന് വിളിക്കുന്നുണ്ട്. ഇയാളാരാ?
ഇയാൾക്ക് കേരളത്തിലെ ഹിന്ദുക്കളുടെ മുഴുവൻ അട്ടിപ്പറവകാശം സുകുമാരനാർക്കാ, ക്ഷേത്രങ്ങളുടെ അട്ടിപ്പറവകാശം അയക്കാം. ഒരു കാര്യം ചെയ്യാം, ഇവിടുത്തെ ഈഴവ സമുദായം മുഴുവൻ ഷർട്ട് ഇട്ടുകൊണ്ട് അമ്പലത്തിലേക്ക് വന്ന് ഇയാൾ തന്നെ ചെയ്യണേ. ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്? അപ്പൊ ഇതൊരു ആവശ്യമില്ലാത്ത വിവാദത്തിലേക്ക് ഇന്ന് അയാൾ ഇതിനെ വലിച്ചഴിച്ചത്. ഒരഭിപ്രായം കേട്ടു, ആ അഭിപ്രായം കൊള്ളാവുന്ന ഇതുപോലെ 100,000 അഭിപ്രായങ്ങളെ പിന്തുണച്ചിട്ടുള്ള ആളല്ലേ. സ്വാഭാവികമായും അദ്ദേഹവും ഒരു മത സംഘടനയുടെ ഒരു ജാതി സംഘടനയുടെ നേതാവാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ കാണുക സ്വാഭാവികമല്ലേ? അല്ല, അയാളെന്ന് വിളിച്ചു ഇവർക്കും തട്ടിപ്പറവകാശം എന്ന് ഞാൻ വാക്ക് അങ്ങനെ കേട്ടില്ല. അങ്ങനെയാണല്ലോ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ അത് ഓരോരുത്തരും അവരുടെ രീതി എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ സംസാരത്തിൽ നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ ആരാണെന്ന് ചോദിച്ചത് ഇയാൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? അയക്ക് മനസ്സിലായിരുന്നെങ്കിൽ മന്നത്തിനറിയായിരുന്നു മറ്റേ ഗുരുദേവൻ ആരായിരുന്നത്. ശരി, അദ്ദേഹം അങ്ങനെ ശ്രീനാരായണ ഗുരുവിനെതിരെ എന്തെങ്കിലും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഇനി മറ്റെന്തെങ്കിലും പറഞ്ഞു വന്നത് വ്യക്തമല്ല. ശ്രീ രവീന്ദ്രനാണ് തൊടുപുഴയിൽ നിന്ന് ചേരുന്നത്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം പറയാനുള്ളത്? കണ്ട കരിമണൽ കള്ളനും ലാവലിൽ കള്ളനും ഒക്കെ ക്ഷേത്രത്തിൽ കയറി കളിക്കണ്ടെന്ന് ആൾക്കാര് ഷർട്ട് ഇട്ട് പോകും, ചിലപ്പോൾ ഷർട്ട് ഇടാതെ പോകും. ഇതൊക്കെ ഇയാളുടെ പണി. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ആളുടെ പണി ഇവിടെ നടക്കുന്ന. ശ്രീ രവീന്ദ്രൻ, ഇത് ആദ്യം പറഞ്ഞത് സ്വാമി സച്ചിദാനന്ദയാണ്. അത് താങ്കൾ കേട്ടില്ലേ? സച്ചിദാനന്ദ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു രാഷ്ട്രീയക്കാരനെ കേരളത്തിൽ ശിവഗിരി മഠത്തിന്റെ പ്രസിഡന്റ് ഒരു അഭിപ്രായം പറയുന്നു. അതിലൊരു അഭിപ്രായം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പറഞ്ഞുകൂടെ? അതെ, അനാചാരങ്ങൾ മാറ്റാൻ വേണ്ടി പ്രവർത്തിച്ച ആളാണ് ശ്രീനാരായണ ഗുരു. അതിന്റെ പിൻഗാമികളാണ് ഇപ്പൊ ഈ സ്വാമിമാരൊക്കെ. അവരൊരു അഭിപ്രായം പറഞ്ഞെന്നും പറഞ്ഞ അതേ കയറി കുത്തിപ്പിടിച്ച് ഇപ്പോഴിവിടെ നടക്കുന്ന അഴിമതികളും കാര്യങ്ങളും. അതല്ലല്ലോ ശ്രീ രവീന്ദ്രൻ, താങ്കൾ വിഷയത്തിലേക്ക് വരും. മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മളെ ചർച്ച ചെയ്യുന്നതാണല്ലോ പരിപാടി. ഇങ്ങേര് ശ്രമിക്കുന്നത് താങ്കൾക്ക് ഇതിനകത്ത് എന്താണ് അഭിപ്രായം എന്നാണ് ഞാൻ ചോദിച്ചത്. താങ്കൾക്ക് ഇതിൽ ചർച്ച അയക്കണോ വേണ്ടേ? ചർച്ച തിരിച്ചുവിടാൻ വേണ്ടിയാണ്. അല്ല, അതെന്തോ ആയിക്കോട്ടെ, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം ഇതാ പറഞ്ഞേ, അമ്പലത്തിൽ കയറുന്നത് ഷർട്ടിട്ടോ ഷർട്ടിടാതെ കയറിക്കോട്ടെ, അതിന് പുള്ളിക്ക് എന്നാന്നേ. പുള്ളിക്ക് എന്താന്നുള്ളല്ലോ വിഷയം. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞുകൂടെ ശ്രീ രവീന്ദ്രൻ? ഞാൻ ആരും ക്ലിഫ് ഹൗസിലേക്ക് പോകണമെന്നില്ലോ, അവിടെ പോയി ഷർട്ട് ഊരണമോ വേണ്ടെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകണത് ചിലപ്പോൾ ഷർട്ട് ഊരിടും, ചിലപ്പോൾ പാട്ട് ഇട്ട് പോകും, ചിലപ്പോൾ നൈറ്റ് ഇട്ടൊക്കെ പോകുന്നത്. അങ്ങനെ ചില സ്ഥലങ്ങളിൽ സമ്മതിക്കുന്നില്ല, അതുകൊണ്ടാണ് അഭിപ്രായം പറഞ്ഞത്. സമ്മതിക്കുന്നില്ലേ? അത് ആ വിഭാഗത്തിന്റെ കാര്യമായിട്ട് അവർ. അതെങ്ങനെയാണ് അതങ്ങനെ ഒരു വിഭാഗത്തിന്റെ കാര്യമായി മാറ്റി നിർത്താൻ കഴിയുന്ന ഒന്നാണോ? എല്ലാവർക്കും അവകാശമുള്ളല്ലേ? എങ്കിൽ പണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം എന്തിനാണ് നടപ്പാക്കിയത്? അമ്പലത്തിലെയും പള്ളിയിലെയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ അതിന്റേതായ മേധാവി. അങ്ങനെ അവർക്ക് മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ ശ്രീ രവീന്ദ്രൻ. ഇങ്ങനെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കേരളത്തിന്റെ. അതെ, കേരളത്തിന്റെ ഭാഗം തന്നെയാണ് ഈ ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ. ഈ എന്തായാലും ശ്രീ അനൂപ് കൂടി ചേർന്നുണ്ട് പാലക്കാട് നിന്നും. ശ്രീ അനൂപ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ വിഷയത്തിൽ? ഈ ചില ക്ഷേത്രങ്ങളിൽ നിന്ന് കയറുന്നതിന് ഷർട്ട് അഴിച്ച് ക്ഷേത്രങ്ങൾ പുരുഷന്മാർ കയറാവൂ എന്നുള്ള ഒരു നിബന്ധനയുണ്ട് ഇപ്പോഴും. അത് ഒരു കാലത്ത് നിലനിന്നിരുന്ന ഒരു അനാചാരമാണെന്നും അന്ന് പൂണൂലുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള അനാചാരമായിരുന്നു. അത് മാറ്റണമെന്ന് ആദ്യ അഭിപ്രായം പറഞ്ഞത് സ്വാമി സച്ചിദാനന്ദയാണ്. അതേ തുടർന്നാണ് പിന്നീട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരികയും ഇപ്പോൾ ഇതൊരു വിവാദമാവുകയും ചെയ്തത്. താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? എല്ലാ ദിവസവും അമ്പലങ്ങളിൽ പോണ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഇതിലൊരു കുഴപ്പമില്ല. പക്ഷെ നിരീശ്വരവാദികളും അമ്പലമില്ല ദൈവമില്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് ഇതിലെന്താ ഇത്ര വലിയ? ശ്രീ അനൂപ്, ഇത് ആദ്യം പറഞ്ഞ സ്വാമി സച്ചിദാനന്ദയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ ആചാര്യനാണ്. ശിവഗിരിയുടെ മഠത്തിന്റെ പ്രസിഡന്റാണ് പറഞ്ഞത്. ഞാനും ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട. അതല്ലല്ലോ വിഷയം. പറഞ്ഞ ആൾ ആരാണെന്നുള്ളത് ഏറ്റവും ആദ്യം പറഞ്ഞ ആൾ പറഞ്ഞത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മഠത്തിന്റെ അല്ലെങ്കിൽ ശിവഗിരി മഠത്തിനെ കേരളത്തിന് അങ്ങനെ ഏതെങ്കിലും ഒരു മതവുമായിട്ടൊന്നും ബന്ധപ്പെടുത്താൻ കഴിയുന്നതല്ല. ശിവഗിരി മഠം കേരളത്തിന്റെ പുരോഗമനമായ നിലപാടിനകത്ത് കേരളം മാറുന്നതിൽ ഒരുപാട് പങ്കുവച്ച ഒരു സ്ഥാപനമാണ്. അതിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് പറഞ്ഞത്. അല്ല, മഠത്തിൻ്റെതായിട്ടുള്ള അമ്പലങ്ങളിൽ അവരതങ്ങനെ ചെയ്തോട്ടെ, ബാക്കിയുള്ള ആചാരങ്ങൾ എന്തിനാണ്? അതങ്ങനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മഠത്തിന്റെ അമ്പലത്തിൽ മാത്രം ആചാരങ്ങൾ നിർത്താൻ വേണ്ടിയുള്ളതാണോ? അത് അഭിപ്രായം പറയേണ്ടത് കേരളത്തിന്റെ മുഴുവൻ വിശേഷങ്ങളല്ലേ? ആചാരങ്ങളെ ലംഘിക്കാനുള്ളതാണോ? ആചാരങ്ങൾ ലംഘിക്കേണ്ടത് ഏത് ആചാരമാണ് പണ്ടത്തെ ഇപ്പോഴും നിലനിൽക്കുന്നത്? ഒരു ആചാരം താങ്കൾക്ക് ഓർമ്മയുണ്ടോ പറയാൻ? ഇല്ല, ഇഷ്ടം പോലെ മാറിയിട്ടുണ്ട്. എല്ലാം മാറിയിട്ടുണ്ട്. എല്ലാ മതത്തിന്റെയും എല്ലാ ആചാരങ്ങളും കാലാകാലങ്ങളിൽ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇത് അമ്പലത്തിൽ ഡെയിലി പോണ ഷർട്ട് ഇടണമെന്ന് അവർക്കൊരു കുഴപ്പമില്ല. ഈ പിണറായി വിജയന് മുഖ്യമന്ത്രി. പിണറായി വിജയൻ അതിൽ അഭിപ്രായം പറഞ്ഞുകൂടെ? ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും സാധാരണക്കാരായ മനുഷ്യർ കയറാൻ അവകാശമില്ലായിരുന്നു. ആ സമയത്ത് അവകാശത്തിന് വേണ്ടി പോരാടിയവരിൽ ഈ വിശ്വാസികളല്ലാത്ത വലിയ നേതാക്കന്മാരുടെ കീഴിൽ നിന്നാണ് പോരാട്ടം നയിച്ചത്. അന്ന് അവർ ഇതുപോലെ പറഞ്ഞു. കുറിച്ച് എന്തിനാ പറയണത്? എന്താണ് അത്? വിശ്വാസിയായിട്ടുള്ള ഒരാൾ പറയുകയാണെങ്കിൽ അതല്ല. വിശ്വാസികൾ മാത്രമാണോ സമരം നയിച്ചത്? താങ്കൾ ആ കേരളത്തിലെ ഈ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെ എല്ലാം ചരിത്രം ഈ അടുത്ത കാലത്ത് കൂടി വന്നതാണല്ലോ. അതെല്ലാം വിശ്വാസികളായിരുന്നോ? സ്റ്റാലിൻ വന്ന് ഇവിടെ ഒരു പ്രതിമ ഉദ്ഘാടനം ചെയ്തിട്ട് പോയല്ലോ. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ?
എനിക്ക് പറയാനുള്ളത് എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന ഒരാൾക്ക് ഇത് എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നവർക്ക് മാത്രമല്ല, നിരീശ്വരവാദിക്കും അമ്പലത്തിൽ വിശ്വാസി അല്ലാത്തവർക്കും എല്ലാവർക്കും ഇതിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നവർക്ക് ഒരു അധിക അവകാശമൊന്നുമില്ല അതിൽ അഭിപ്രായം പറയാൻ. അമ്പലത്തിൽ പോകുന്നവർക്ക് അമ്പലത്തിനെ കുറിച്ച് പറയാൻ പറ്റും, അമ്പലത്തിൽ പോകാത്തവർക്ക് പറയാം. വഴി കൂടെ പോകുന്ന ആൾക്കാർക്ക് അമ്പലത്തിനെ കുറിച്ച് അതെന്താണ് അങ്ങനെ? ഷർട്ട് വരരുത്, ഷർട്ട് ഇടണം. അങ്ങനെ ഉണ്ടെങ്കിൽ കേരളത്തിലെ CPM-നെ കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചും BJP-യെ കുറിച്ചും ഒക്കെ അവർ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി, ബാക്കി പാർട്ടിക്കാരും അഭിപ്രായം പറയണ്ടെന്ന് പറയാൻ പറ്റും. പോകുന്നുണ്ടെങ്കിൽ അവർക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ അവർ പറയാം. അവർ പോവാറില്ല, പോകുന്ന ആൾക്കാർക്കല്ലേ ബുദ്ധിമുട്ട്. ഇതൊക്കെ പോവുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന കേരളത്തിലൊരു ആത്മീയ ആചാരനല്ലേ ഇത് പറഞ്ഞത്? അതെന്താണ് താങ്കൾ മിണ്ടാത്തത്? അതിനെ കുറിച്ചൊന്നും എനിക്ക് പറയാം. ശരി, ഓക്കെ. താങ്കൾക്ക് സ്വാഭാവികമായിട്ട് മറ്റു താല്പര്യമാണ്, അതുകൊണ്ട് പറയുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ജയ് ആണ്, ശ്രീ ജയ് ആണ് ബാംഗ്ലൂരിൽ നിന്നും. ശ്രീ ജയ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, എന്റെ പൊന്നു മാഷൻ, നിങ്ങൾ ഈ അവതാരകനായിട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ ഒരു വിശ്വാസം എന്താണ്? അല്ല, നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ, നിങ്ങൾ ഇപ്പൊ സംസാരിക്കുന്ന എനിക്ക് ചിരി വരുന്നു. കാരണം ആരും നിങ്ങൾ ഒരു അവതാരകനാണ്. അവതാരകൻ പറയേണ്ട രീതികൾ എല്ലാവരും ക്രോസ് കട്ട് ചെയ്യേണ്ടത് ഒരു ശരിയായ ന്യായമാണ്, കാര്യമാണ്. നിങ്ങൾ ഒരു അവതരണം ചെയ്യുമ്പോൾ അതിന്റെ രീതി ചെയ്യണം. പക്ഷെ എന്നാലും നിങ്ങൾ പഴയ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് പണ്ട് നടന്നത് ഇപ്പം മാറി എന്ന് പറയുന്നത് നിങ്ങളൊരു ചാനൽ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുമല്ലോ. കുറെ കാര്യങ്ങളൊക്കെ കേരളത്തിലെ ഓരോ നിങ്ങൾ കുറെ കാലകാലങ്ങളെ ഇപ്പൊ ചാനലുകാരുള്ള എല്ലാം ഇടപെട്ട് ഹിന്ദു എന്ന് പറയുന്ന അവരുടെ സദാന ധർമ്മത്തിന് മണ്ടയ്ക്ക് കയറി കളിക്കാനാണ് നിങ്ങൾ ചാനലുകാർ മൊത്തം ശ്രമിക്കുന്നത്. നിങ്ങൾ പൊതുവെ, എനിക്ക് വേറെ ഒന്നുമില്ല, ഞാൻ ഒരു നിരുത്തരവാദിയോ അല്ലെങ്കിൽ ഞാൻ ഇതുമായിട്ട് തിരുത്താൻ വേണ്ടി പറയില്ല. ഞാനിത് കണ്ടുകൊണ്ടിരുന്നു കുറെ നേരം. ഞാൻ നിങ്ങളുടെ വേറൊരു അവതാരകന്റെ പ്രോഗ്രാം കാണുമ്പോൾ പുള്ളി നല്ല നൈസായിട്ട് പരിപാടി അവതരിപ്പിക്കുന്നതാണ് ഇത്. പിന്നെ സച്ചിദാനന്ദ സ്വാമി എന്ന് പറയുന്ന വ്യക്തി, പുള്ളി ഒരു സമുദായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കും. പുള്ളി ആ ശിവഗിരി മഠത്തിന്റെ പ്രസിഡന്റാണ്, അല്ല സമുദായത്തിന്റെ ശിവഗിരി മഠത്തിന്റെ പ്രസിഡന്റാണ്. ആ ശിവഗിരി മഠത്തിലെ എല്ലാ സന്യാസിമാരും ഈ പറയുന്നതുകൊണ്ട് ന്യായീകരിക്കില്ല. പുള്ളിക്ക് പുള്ളിയുടെ അഭിപ്രായം പറയാം. അല്ല, ശിവഗിരി മഠത്തിന്റെ അധിപൻ പറയുന്നത് അതിന്റെ പ്രസിഡന്റാണ്. ശിവഗിരി മഠത്തിന്റെ അധിപൻ ഇന്നാണ് പറയുന്നത്. മഠത്തിന് തീരുമാനമാണ്. പുള്ളി കയറിയപ്പോ എന്തുകൊണ്ട് പറഞ്ഞില്ല? അന്ന് ആദ്യമായിട്ട് കയറിയപ്പോ എന്തുകൊണ്ട് പറഞ്ഞില്ല? അങ്ങനെ നിങ്ങൾ എല്ലാത്തിനും ന്യായീകരിക്കലെന്നെ. പാപ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം പറയേണ്ട കാര്യങ്ങൾ പറയാൻ തരാം. അന്നേ പുള്ളി തുടങ്ങട്ടെന്നല്ലേ, അന്ന് അതിനുവേണ്ടി സമരത്തിന് വരട്ടെ. അതെന്ത് ചെയ്തില്ല? മഠമല്ലല്ലോ സമരം ചെയ്തത്, സാധാരണ ശിവഗിരി മഠം. അങ്ങനെ നിങ്ങൾ പറഞ്ഞല്ലോ കുറെ ആൾക്കാർ ഇങ്ങനെ അല്ല, നിങ്ങൾ തന്നെ അവതരണത്തിൽ ഇപ്പൊ പറഞ്ഞല്ലോ ഇപ്പൊ ഇന്ന ആൾക്കാർ ചെയ്തു, പണ്ട് കാലങ്ങളിൽ ചെയ്തു. എന്റെ പൊന്നു സഹോദരൻ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിനൊന്ന് വിട്ടുപിടി. എന്തിനാ ഈ ഹിന്ദുക്കളുടെ മണ്ടയ്ക്കോട്ട് കയറി ചൊറിയാൻ വരുന്നത്? ഹിന്ദുക്കളുടെ വിഷയമൊന്നുമല്ലല്ലോ ശ്രീ, അങ്ങനത്തെ ഒരു മതത്തിന്റെ പരമായ വിഷയങ്ങളാണ്. നിങ്ങൾ ആ മതത്തിന് മണ്ടയ്ക്കുള്ള അവരുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ മനഃപൂർവ്വം എങ്ങനെയാണ് ശ്രീ ജയ് അത് ഈ ഹിന്ദുമതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഇപ്പോൾ ഹിന്ദുമതത്തിന്റെ ആചാരം അനുഷ്ഠാനങ്ങളൊന്നും ഇല്ലേ? അല്ല, എല്ലാവർക്കും ഒന്നായി തീർന്ന അതൊക്കെ എല്ലാം മാറി. ഹിന്ദുമതത്തിന് അങ്ങനെ മാറ്റി, നിങ്ങൾ ഹിന്ദുമതത്തിന് മാറ്റി ശ്രമിക്കുന്നത് എന്തുകൊണ്ട്? ഞങ്ങൾ അങ്ങനെയില്ലേ, ഞാനതാ ചോദിച്ചത്. നിങ്ങൾ ഒരു ക്ലാസ്സിൽ നിങ്ങളുടെ ചോദ്യം, നിങ്ങൾ ഓരോ പ്രേക്ഷകരോടും ചോദിക്കുന്ന ചോദ്യം ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. ശ്രീ ജയ്, ഞാനൊരു വിഷയം ചോദിച്ചോട്ടെ. ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയോട് നിങ്ങൾ പഠിച്ചുകൊണ്ട് വരണം എന്ന് പറയുന്നു. അപ്പോൾ കുടിച്ചുകൊണ്ട് വരണം, നിങ്ങളുടെ ഈ സ്വഭാവം മാറണം, എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി മറുപടി പറയാണ്, ബാക്കി എല്ലാ കുട്ടികളും ഹോംവർക്ക് ചെയ്യും, എല്ലാവരും പഠിച്ചല്ല, ഞാൻ പഠിക്കില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് തെറ്റി. ആദ്യം ടീച്ചറോട് പറയണം, ടീച്ചർ കൂടി നിർത്താൻ പറയണം കേട്ടോ. കൂടി നിർത്താനല്ലോ അങ്ങനെ പറയാൻ. ഇന്ന് കാലങ്ങൾ മാറി, ഇന്നത്തെ കുട്ടികൾ തിരിച്ച് അങ്ങനെയും പറയും ടീച്ചറിനോട്. അത് പറയാൻ പിടിക്കാം. അതാണ് എന്റെ ന്യായം. അപ്പൊ നിങ്ങൾ ഈ മാറ്റങ്ങൾ പറയുമ്പോൾ ഒരു മിനിറ്റ് മാറ്റങ്ങൾ പറയുമ്പോൾ പൊന്നു സാറേ, മാറ്റങ്ങൾ പറയുമ്പോൾ ഇന്നത്തെ കാലത്തെ പറഞ്ഞല്ലോ ഓരോ കൂടെ മാറി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികളും മാറി. കുട്ടികളും പറയും ടീച്ചർ നിങ്ങളും നിർത്തുകൂടി. മുസ്ലിം മതത്തിലായാലും ഹിന്ദു മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലും ഒട്ടേറെ അനാചാരങ്ങൾ പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതെല്ലാം കാലാകാലങ്ങളായി അല്ലല്ല സാറേ, ഇതിനകത്തൊരു ഷട്ടൂരി അമ്പലത്തിൽ എന്റെ ചോദ്യം അതാണ്, എന്തിനാണ് അതെന്തിനാണ് ഷട്ടൂരുന്നത് ഇപ്പോൾ? അത് പണ്ട് തൊട്ട് ഏത് പണ്ടുണ്ട്? എല്ലാ ക്ഷേത്രങ്ങളിലും, ചില ക്ഷേത്രങ്ങളിൽ, ബാംഗ്ലൂർ ക്ഷേത്രങ്ങളിൽ കയറണ ഇപ്പൊ ഷട്ടൂരണോ? വേണ്ട. ബാംഗ്ലൂർ അല്ലല്ല, കർണാടകയിലെ അമ്പലങ്ങളിലൊന്നും ഷട്ടൂറിന്റെ ആവശ്യങ്ങളില്ല. അല്ലെങ്കിൽ കേരളം വിട്ട് പുറത്ത് കേരളത്തിൽ എല്ലായിടത്തും ഇല്ല. പക്ഷെ മെയിൻ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്. അതിപ്പോ നമ്മൾ അന്നത്തെ കാലത്ത് അറിയാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ആചാരം അതിപ്പോൾ ആവശ്യമില്ല. ഇപ്പോൾ എല്ലാ ജാതിക്കാരും ഇല്ലെന്ന് ഉണ്ടാക്കുന്ന ഇല്ല. പൂണൂർ ഇപ്പൊ നിങ്ങൾ എപ്പോഴും പറഞ്ഞാലും ബ്രാഹ്മണനെ കുറ്റം പറയാ, അല്ലെങ്കിൽ നായരെ കുറ്റം പറയാ, അല്ലെങ്കിൽ ഈഴവനെ കുറ്റം പറയാ. ഇത് മാത്രമല്ലാതെ നമ്മൾക്ക് വേറെ ഒന്നും പറയാനില്ല. ഉണ്ടായിരുന്ന വ്യവസ്ഥിതി
വ്യവസ്ഥിതി മാറുമ്പോൾ അതിനെ കുറ്റം കാലങ്ങളായിട്ട് കേരളത്തിലെ നടക്കുന്ന ഒരു സാധാരണക്കാരായ മനുഷ്യർക്ക് നിങ്ങൾ ഇപ്പോൾ പറയുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന മഹാഭൂരിപക്ഷം പേർക്കും ക്ഷേത്രത്തിൽ കയറാൻ അവകാശം കിട്ടിയിട്ട് എത്ര വർഷമായിട്ടുണ്ടെന്നൊക്കെ താങ്കൾക്ക് അറിയാമല്ലോ. ഇതിപ്പോ അതെല്ലാം നമ്മൾ പഠിച്ചില്ലേ തിരുത്തിയത്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ എന്റെ പൊന്നു സാറേ, അങ്ങനെയാണ് പല മതത്തിന്റെയും പലത് ചെയ്താൽ മാത്രമേ മതമാവുന്നുള്ളൂ. അത് നിർത്തലാക്കി കൂടെ? അതിന് സാറിന് നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് എടുത്ത് സംസാരിച്ചുകൂടെ? അതിനെ കുറിച്ച് ആരെങ്കിലും സംസാരിച്ചാൽ നമുക്ക് അതും ചർച്ച ചെയ്യാം. നമുക്ക് യാതൊരു മടിയുമില്ല. ആര് സംസാരിക്കത്തില്ല, പക്ഷെ ഇത് മാത്രമേ സംസാരിക്കുള്ളൂ. അതാണ് അവിടെ ചോദ്യം, വേറൊന്നുമില്ല. വേറൊരു മതത്തിനെ പറ്റി സംസാരിക്കാനായാലും അതുകൊണ്ടാണ് താങ്കളുടെ അഭിപ്രായം. അങ്ങനെയുണ്ട്. ഇപ്പൊ അങ്ങനെ മറ്റുള്ളവർ നന്നായാലും ഇനി ശ്രീ ഷെർലി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായമുള്ളത്? സാർ, എനിക്ക് ക്ഷേത്രങ്ങളില് ഒരു ആണുങ്ങൾ പോകുന്നതിനെ കൊണ്ട് പിന്നെ ആ ഒരു ചടങ്ങുകളെ ഇല്ലാതാക്കുന്നതിനെ കൊണ്ട് പിന്നെ വളരെ മനസ്സിന് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. കാരണം വെച്ചാല് അതെന്തുകൊണ്ടെന്ന് വെച്ചാല് ഞാനിപ്പം ജീവിക്കുന്നത് ഒരു ഭാരതത്തിലാണ്. അതായത് നമ്മുടെ ഭാരത മണ്ണില് ഒരുപാട് തരത്തിലുള്ള ആചാരങ്ങൾ പണ്ടുകാലം മുതലേ ഉള്ളതാണ്. ആ ഒരു ആചാരത്തില് പല പല ആചാരങ്ങളുണ്ട്. അതിനകത്തുള്ള ഒരു ആരാധനത്തിൽ കയറുന്ന സമയത്ത് ഞങ്ങൾ ഷർട്ട് ഊരി കയറുക എന്ന് പറയുന്നത് ആ ഒരു നമ്മുടെ ഒരു ഭക്തിമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ശ്രീമതി ഷെർലിയുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന എല്ലാ ആചാരങ്ങളും ഇപ്പോൾ ഉണ്ടോ? ഇല്ലല്ലോ, കുറേയേറെ മാറിയില്ലേ? കാലങ്ങളെ കാണുമ്പോൾ ഓരോ ആചാരങ്ങളും മാറിക്കൊണ്ടിരിക്കില്ലേ? ഇപ്പൊ സാർ പറഞ്ഞ കറക്റ്റ്. എന്റെ ചെറുപ്പകാലങ്ങളില് പല പല ആചാരങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ മാറി 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 പോയിക്കൊണ്ടേയിരിക്കാണ്. അങ്ങനെയുള്ളൊരു മാറ്റാണ്. അത് സാറിനെപ്പോഴത്തെ ആൾക്കാർക്ക് അത് നല്ലതായി തോന്നും. ആ ഒരു മാറ്റത്തിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലത്തെ ഓരോരോ കുട്ടികളും രക്ഷിതാക്കളെ അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും എല്ലാം കൂടി ആക്കുന്ന ഒരൊറ്റ കാരണം ഈ ഒരു മാറ്റമാണ്. ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരാള് ജനിച്ച കാലം മുതൽ ഒരു അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങള് ഈ മതപരമായിട്ടുള്ള ഓരോരോ മതങ്ങളും പണ്ട് കാലത്ത് മഹാഭൂരിപക്ഷം പേർക്കും ഒരു സ്വാതന്ത്ര്യത്തിന് മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്നതിനകത്ത് പകുതിയിൽ താഴെ ആളുകൾക്ക് എല്ലാ 3 നേരവും കഴിക്കാൻ ഭക്ഷണത്തിനുള്ള വക പോലും ഇല്ലായിരുന്ന ദരിദ്രരായിരുന്നു. ആ മനുഷ്യരൊക്കെയാണ് ജീവിച്ചത്. ആ കാലത്തൊക്കെ ഒരുപാട് ആളുകളെ ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ പല പേരുകളിലൊക്കെ മാറ്റി നിർത്തുകയും അവർ സ്ഥിരമായി ദരിദ്രരായി തുടരുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നല്ലേ നമ്മളിന്ന് എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം കിട്ടുകയും എല്ലാവർക്കും നല്ല നിലയിൽ ജീവിക്കാനുള്ള അവസരം കിട്ടുകയും ഒക്കെ ചെയ്ത് ഒരുപാട് മുന്നേറ്റം ഉണ്ടായത്. അപ്പോൾ ആ പഴയ കാലം നമ്മൾ തിരിച്ചു പിടിക്കണമെന്നാണ് പറയുന്നത്. പഴയ കാലങ്ങളിലുള്ള ചടങ്ങുകളാണ് നിങ്ങളോട് മാറ്റം ചെയ്യാൻ. ഞാനതാ ചോദിച്ചത്, അന്നത്തെ പണ്ടത്തെ ശ്രീമതി ഷെർലിയുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന ചടങ്ങുകളൊക്കെ ആണോ സ്ത്രീകൾക്ക് ഏതെല്ലാം പൊതുവേദികളിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നു? ഇപ്പോൾ അങ്ങനെയാണോ? സ്ത്രീകൾക്ക് പൊതുവേദികളിലേക്ക് വരാനുള്ള അവസരം വരുന്നില്ലേ? പണ്ടായിരുന്നെങ്കിൽ അത് സമ്മതിക്കുമായിരുന്നോ? എല്ലാ കാലഘട്ടത്തിലും സമ്മതിക്കന്നെ ചെയ്യും. സ്ത്രീകളായിട്ടുള്ള കാര്യങ്ങള് ഞാനൊരു പെണ്ണാണ്. ശരിക്കും ഒരു സ്ത്രീക്ക് എന്നാ ഇല്ലായ്മ ശരിക്കും പുരുഷനെക്കാട്ടിലും കൂടുതൽ സമൂഹം അംഗീകരിച്ചിരുന്നു. ഒരു 50 വർഷം ഇല്ല, എല്ലാ കാലത്തും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊരു കാലത്തും അന്ന് മുതൽ ഇന്ന് വരെ എല്ലാവരുടെയും പണ്ട് കാലം മുതൽ ഈ കാലം വരിക്കും എല്ലാവരുടെയും സ്ത്രീകൾക്ക് തന്നെയായിരുന്നു പ്രാധാന്യം. നിങ്ങൾ പുരുഷന്മാരെ കേരളത്തിൽ ഒരു 50 വർഷം മുമ്പോ കേരളത്തിൽ നല്ല ഇപ്പോഴും വലിയ മാറ്റങ്ങൾ വന്നത് ഈ അടുത്ത കാലത്താണ്. അതിനു മുമ്പൊക്കെ സ്ത്രീകൾക്ക് പൊതുവേദിയിലും അവർക്ക് എല്ലായിടത്തും അവർക്ക് ക്രൂരമായ അവഗണനകൾ നേരിട്ട് തന്നെയാണ്. പറഞ്ഞല്ലോ സ്ത്രീകള് പണ്ട് എന്തുകൊണ്ട് അവര് പുറത്തേക്ക് വന്നില്ല? അവർ വന്നില്ല എന്നല്ല, അവരെ വരാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇല്ല, വരാൻ അനുവദിക്കാത്ത ഒരു കാരണവും ഇല്ല. ഏതൊരു കാലഘട്ടത്തിലായിക്കോട്ടെ ഒരു പെണ്ണ് പണ്ട് കാലം മുതൽ വരിക്കും ഒരു മന്ത്രിമാരുടെ രാജാവായിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ ഭരണതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് സ്ത്രീകൾ തന്നെയായിരുന്നു. ശരി, ഓക്കെ. എന്തായാലും ശ്രീമതി ഷെർലി, നമ്മൾ രണ്ടുപേരും പറയുന്നത് 2 തരത്തിലുള്ള വിഷയമായതുകൊണ്ടാണ് തൽക്കാലത്തിലേക്ക് അതിൽ ഒരു തർക്കമുള്ളത്. എന്തായാലും സ്ത്രീകൾക്ക് അടക്കം ഉള്ള സാധാരണക്കാരായ മഹാഭൂരിപക്ഷം മനുഷ്യർക്കും ഈ പറയുന്ന സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസ അവകാശവും മറ്റ് പൊതുജീവിതത്തിലുള്ള അവകാശവും എല്ലാം കേരളത്തിൽ ലഭ്യമായ ഒരു തുല്യതയുടെ ഘട്ടത്തിലേക്കൊക്കെ വന്നത് കേരളത്തിന് ഒരു നൂറ്റാണ്ടോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ചരിത്രത്തിലിടയിലാണ്. അതിനു മുമ്പ് കടുത്ത അവഗണനകളൊക്കെ സ്ത്രീകളടക്കം നേരിടേണ്ടി വന്നിരുന്നു എന്നത് യാഥാർത്ഥ്യം കൂടിയാണ്, കേരള ചരിത്രം കൂടിയാണ്. തൃശ്ശൂരിൽ നിന്നും ശ്രീ രതീഷ് കൂടി ചേരുന്നുണ്ട്. ശ്രീ രതീഷ്, ഇപ്പോൾ സ്വാമി സച്ചിദാനന്ദയാണ് ഇങ്ങനൊരു വിഷയം ആദ്യം ഉന്നയിച്ചത്, പിന്നീട് മുഖ്യമന്ത്രി അതിനോട് ഒപ്പം ചേർന്നു. ഇപ്പോൾ ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ താങ്കളുടെ അഭിപ്രായം. അതായത് ഇപ്പോഴത്തെ കാലത്തെങ്കിലും ചെറുതായിട്ടെങ്കിലും മാറ്റം വരുന്നത് നമുക്ക് വളരെ എത്രയും വലിയ സന്തോഷം തരുന്ന കാര്യമാണെന്ന് അറിയോ?
കാരണം ഇപ്പോഴെങ്കിലും നമുക്ക് എന്റെ സഹോദര ഇപ്പൊ സാറിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ കുടുംബത്തിലോ വല്ല ശരീരത്തിൽ ഇപ്പൊ ഒരുപാട് രോഗങ്ങളും മറ്റൊക്കെ ബാധിച്ചിട്ട് എത്രയോ പേര് അറച്ചിട്ടും പറച്ചിട്ടൊക്കെ ഒരു ശരീരത്തിൽ സോറിയാസിസും മറ്റു സംഭവങ്ങളൊക്കെ വന്നിട്ട് അവർക്ക് ദൈവത്തെ കാണുന്ന ആഗ്രഹമുണ്ട്. ഇതേപോലെ ഭക്തി എല്ലാ കാര്യങ്ങളുള്ളതാണ്. ഭക്തി അതായത് ദൈവത്തെ വന്ദിക്കാൻ ആളില്ലെങ്കിൽ പിന്നെ ദൈവത്തിന് എന്താണ് സർവല? ഈ ഇപ്പൊ ഏത് ഇത്ര വലിയ സ്വർണത്തിന്റെ ഗോപുരത്തിലിരിക്കുന്ന വ്യക്തികളാണ് ദൈവങ്ങളാണെങ്കിൽ ശരി, അവരെ വന്ദിക്കാൻ ഭക്തന്മാരില്ലെങ്കിൽ പിന്നെ ദൈവത്തിന് എവിടെ വില? മനുഷ്യന്മാർക്കല്ലേ ദൈവത്തിന് വന്ദിക്കാൻ കഴിയുള്ളൂ. ദൈവങ്ങൾക്ക് ദൈവങ്ങളെ വന്ദിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഈ പറഞ്ഞ സാധാരണക്കാർക്ക് ഞാൻ എന്റെ പേര് രതീഷ് എന്നാണ്. ഞാൻ പെരുങ്കൊല്ലനാ, അതായത് OBCക്കും താഴെ 60 വരുന്നവനാ. പക്ഷെ ഞങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ ക്ഷേത്ര ഇവിടെ ഞാൻ ഇത്രയും നേരം ഇത് കണ്ടോണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ വന്ന് സംസാരിച്ചിട്ടുള്ളത് ഇപ്പൊ മേനോനും ഈ പറഞ്ഞമാര് മറ്റേ അങ്ങനെ പലരും വന്ന് രതീഷ്, അതെ, ഒരാൾ ഏത് ജാതിയിൽപ്പെടുന്നു എന്ന് വെച്ചിട്ടല്ല, ഓരോരുത്തർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അങ്ങനെ എല്ലാ ജാതിയിലും പെടുന്ന ആളുകൾ എല്ലാവരും മോശമായി ചിന്തിക്കുകയോ അല്ലെങ്കിൽ മഹത്തായി ചിന്തിക്കുകയോ ചെയ്യുന്നതല്ല. എല്ലാ ജാതിയിലും മോശക്കാരും നല്ല ആളുകളും ഒക്കെ ഉണ്ട്. ഇല്ല പലതരത്തിലുണ്ടെന്നേ. ഇപ്പൊ ഊരാളം ഇപ്പൊ മലയാളിമാരാണെങ്കിൽ ശരി, അവരും മനുഷ്യന്മാരല്ലേ, എല്ലാവർക്കും പോയിക്കൂടെ? എല്ലാവർക്കും ഇപ്പൊ നമുക്കൊരു സമത്വം കിട്ടുമ്പോ അത് അങ്ങനെ മാറ്റിക്കളയാനായിട്ട് ഈ പറഞ്ഞ പോലെ അവര് അമ്പലത്തിക്കാരന്റെ ഷർട്ട് ഊരിട്ട് പോകണ്ട എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? എന്നിപ്പോ ചുരിദാർ ഈ പറഞ്ഞ സ്ത്രീകൾക്ക് അങ്ങനെ നിരോധിച്ചു, അത് കഴിഞ്ഞ് മാറ്റി. എന്നാൽ ചുരിദാർ ഊരി വെച്ചിട്ട് പോകുന്നില്ല ആരും. ആ ചുരിദാറിന്റെ മുകളിൽ ചുമ്മാ ഷോൾ ഇട്ടിട്ട് ആരെ പറ്റിക്കാനാ? ശരി, ഓക്കെ. താങ്കളുടെ ചോദ്യം ഒരു വല്ല ഇത് തന്നെയാണ്. ചുരിദാറിട്ട് കയറരുത് എന്ന് ചില ക്ഷേത്രങ്ങൾ വ്യവസ്ഥ ഒക്കെ ചുരിദാർ പറഞ്ഞ് ഷാൾ ഇട്ട് കഴിഞ്ഞാൽ ഇതാരെ പറ്റിക്കാനാണെന്നുള്ള ചോദ്യം. നേരെ ചോദിച്ചത് നല്ല ബുദ്ധിക്ക് ജീവിക്കാൻ പറ ഈ കാരണന്മാരുടെ. ഇവരൊക്കെ ചത്തുകിട്ടടങ്ങിയാലേ പക്ഷേ ഈ അന്തരീക്ഷം മാറുമായിരിക്കും നമ്മൾ. ശരി, ശ്രീ സജി കൂടി ചേരുന്നുണ്ട് ചാവക്കാട് നിന്നും. ശ്രീ സജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ സജി കേൾക്കാമോ? ശ്രീ വിജയനാണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത്. ശ്രീ വിജയൻ, ഹലോ, നമസ്തേ. നമസ്തേ. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം? എനിക്ക് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തോട് ഒരു യോജിപ്പുമില്ല. ഹലോ, ശരി, പറഞ്ഞോളൂ. അത് അദ്ദേഹം ഒന്നാമത്തെ കാര്യം എന്റെ നോട്ടത്തിൽ ആദ്യമായിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തായാലും ലോകത്തായാലും ഗുരുവിനെ നിന്ദിക്കുന്ന വാക്ക് പറഞ്ഞ ഒരു കക്ഷിയാണ് അദ്ദേഹം. അതെന്താണ്, എങ്ങനെയാണ് എപ്പോഴാണ് പിണറായി വിജയൻ ശ്രീനാരായണ ഗുരുവിനെ നിന്ദിക്കുന്ന രീതിയിലേക്ക് ഓർമ്മിച്ച ഒരു കാര്യം സാറിന് അറിയാതിരിക്കത്തില്ലല്ലോ സാറിന്? എന്താണ് കുട്ടിച്ചാത്തൻ? അങ്ങനെ ശ്രീനാരായണ ഗുരുവിനെ കുട്ടിച്ചാത്തനോട് ഉപമിച്ചിട്ട് പിണറായി വിജയൻ സംസാരിച്ചായി ഞങ്ങളാരും ഇതുവരെ കേട്ടിട്ടില്ല. ആ രാജൻ ബാബു MLA വന്ന് ഗുരുദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴേ അതിന് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തിൽ ഇല്ലാതിരുന്ന ഒരു വിഷയത്തെ താങ്കൾ ഇപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ, എന്തായാലും പിണറായി വിജയനെ പോലെ ഒരാൾ കേരളത്തിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ മാധ്യമപ്രവർത്തകർ നിലയ്ക്ക് ഞങ്ങളും നിങ്ങളും ഒക്കെ കേട്ടിട്ടുള്ളതാണ്. എന്താണ് ഗുരു ബ്രഹ്മോ ഗുരു വിഷ്ണു ഗുരു സാക്ഷാൽ പരബ്രഹ്മ, അത് സാർ ശ്രദ്ധിച്ചായിരുന്നോ? താങ്കൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. ആ മന്ത്രി, ഇപ്പോഴത്തെ മന്ത്രി ആര്? അദ്ദേഹത്തിന്റെ പേരെന്തുവാ? സാറിന് അറിയാം, അതൊക്കെ അറിയാൻ. എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ്. കടന്നപ്പള്ളി രാമചന്ദ്രനെ പിടിച്ചിരുത്തിയത് സംഭവം അറിയോ? ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത് എന്ന് കൃത്യമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. ഇത്രയും വലിയ പുരോഗതി കേരളത്തിൽ വേണോ? ഇത്രയും വലിയ പുരോഗമനം വേണ്ടി ഈ നാടിപ്പം ദൈവത്തിന്റെ നാടല്ലാതായത് മാറിയത്. ഹലോ, ശരി, ഓക്കെ. ദൈവത്തിന്റെ നാട് എന്നൊക്കെ പറയുന്നത് ഒരു നമ്മുടെ ടൂറിസത്തിന്റെ പരസ്യവാചകത്തിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു നാടൊന്നും ആയിരുന്നില്ല ഒരു കാലത്തും കേരളം. അല്ലല്ലല്ല, ഇപ്പോഴത്തെ കേരളം ഒരുപാട് മാറ്റമുണ്ട് സാറേ. അത് അങ്ങനെ അങ്ങ് പറയാതെ നമ്മളിത് ഇങ്ങനെ കണ്ണടച്ചൊക്കെ പറഞ്ഞോണ്ടൊന്നും കാര്യമില്ല. രാപകല് വ്യത്യാസമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായി. കൊല്ലത്ത് നടക്കുന്ന കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളൊന്നും അല്ല നടക്കുന്നത്. ശരി, ശ്രീ സജി കൂടി ചെയ്യുന്നുണ്ട് ചാവക്കാട് നിന്നും. ശ്രീ സജി, താങ്കൾക്ക് ഇപ്പോൾ കേൾക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. മുമ്പേ താങ്കളോട് ചോദ്യം ചോദിച്ചിരുന്നു, താങ്കൾക്ക് പറയാം. അനാവശ്യമായിട്ടൊരു കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞോളൂ, താങ്കളെ TV മ്യൂട്ട് ചെയ്യൂ. എന്തൊക്കെ ഉദ്ദേശിച്ച് അത് ആ രീതിയിലേക്ക് ഇപ്പൊ എത്തിയെന്നുള്ള കാരണം എന്ന് വെച്ചാൽ
SNDPയുടെ ഒരു SNDPയുടെ സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞു. SNDP സെക്രട്ടറി അല്ല പറഞ്ഞത്, ശിവഗിരി മഠത്തിന്റെ പ്രസിഡന്റ് ആണ് പറഞ്ഞത്. ശിവഗിരി മഠത്തിന്റെ പ്രസിഡന്റ് ഒരു കാര്യങ്ങൾ പറഞ്ഞ് അതിനെതിരെ ഇപ്പൊ മന്നം ജയന്തിലി സുകുമാരൻ നായർ അതിനെതിരെ പറഞ്ഞു. അപ്പൊ അതിന് മറുപടിയായിട്ട് സ്വാമി അതിന് പറഞ്ഞ് ആരൊക്കെ പ്രതീക്ഷ എന്താണോ അതിന്റെയൊക്കെ ഉദ്ദേശത്തിലേക്കാണ് ചെല്ലുന്നത്. കാരണം എന്താ വെച്ചാൽ ഷർട്ടിട്ട് കയറാം ഒരു വിശ്വാസിക്ക് എങ്ങനെ ക്ഷേത്രത്തിൽ പോകണം അവരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിശ്വാസിയാണ് തീരുമാനിക്കുന്നെങ്കിൽ ഒരു വിശ്വാസിക്ക് ഷർട്ടിട്ട് കയറണമെന്ന് പറഞ്ഞാൽ അയാളെ ഷർട്ടിട്ട് കയറരുതെന്ന് നിബന്ധന പിടിക്കുന്നത് ശരിയല്ല എന്ന് പറയേണ്ട കൂടി വരത്തില്ലേ? എന്തിന്? അത് ഓരോ ക്ഷേത്രത്തിനും അതിന്റെ ആചാരങ്ങളുണ്ട്. ആചാരങ്ങളൊക്കെ ഒരുപാട് ക്ഷേത്രത്തിന്റെ ആയാലും പള്ളികളുടെ ആയാലും എല്ലാം ആചാരങ്ങളെല്ലാം കാലാനുസൃതമായി മാറിയിട്ടില്ലേ? അല്ല, ഒരു ഭക്തൻ ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ ആചാരം എന്താണ്, ആ ആചാരം അനുസരിച്ച് മാത്രമേ അവിടെ പെരുമാറാൻ പാടുള്ളൂ. ശ്രീ സജി, ഒരുപാട് ആചാരങ്ങൾ മാറിയിട്ടില്ലേ? കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സാധാരണക്കാരായ ഹിന്ദു മതവിഭാഗത്തിൽപ്പെടുന്ന മഹാഭൂരിപക്ഷം ജാതിയിലും പെടുന്ന ആളുകൾക്ക് ക്ഷേത്രത്തിൽ കയറാൻ അവകാശം കിട്ടിയിട്ട് തന്നെ 1 നൂറ്റാണ്ടിന്റെ ചരിത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ആചാരങ്ങളൊക്കെ മാറിയില്ലേ? ആചാരങ്ങൾ മാറ്റേണ്ട ദുരാചാരങ്ങളാണെങ്കിൽ ആ ദുരാചാരങ്ങൾ മാറ്റുക തന്നെ വേണം. അതാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഈ ചില ക്ഷേത്രങ്ങളിൽ പൂണൂലുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഉടുപ്പഴിക്കണമെന്ന് പറഞ്ഞിരുന്ന ആചാരം മാറ്റണം എന്ന് പറയുന്നതിനകത്ത് തെറ്റുണ്ടോ? അതൊക്കെ ഇപ്പോഴൊരു പുതിയൊരു വാദഗതിയല്ലേ? ഇത് പറഞ്ഞത് സ്വാമി സച്ചിദാനന്ദയാണ്, ഞാനല്ല. സച്ചിദാനന്ദ ആണെങ്കിൽ ഇപ്പൊ അതൊരു പുതിയൊരു വാദഗതിയാണ് അത് കൊണ്ടുവന്നത്. അതിനാണ് നമ്മൾ എന്തിനാണ് ശ്രീ സജി താങ്കളുടെ അറിവിൽ ഈ ഉടുപ്പഴിക്കണമെന്ന് പറയുന്നത്? ഉടുപ്പഴിക്കണമെന്ന് പറയുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുതു കഴിഞ്ഞാൽ കേരള ആചാരപ്രകാരം നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. പുരുഷന്മാരുടെ ഹൃദയത്തിലൂടെ ആ ക്ഷേത്രത്തിന്റെ ചൈതന്യം നമ്മുടെ മുകളിലൊരു തുണി കിടന്നാൽ കയറാത്ത ചൈതന്യമൊന്നും അല്ലല്ലോ. അല്ല, നമ്മൾ അതുകൊണ്ടാണ് ആ ചൈതന്യം നേരത്തെ നമ്മൾ അറിഞ്ഞിരിക്കണം. പറഞ്ഞിരിക്കണ അതുകൊണ്ടാണ് പുരുഷന്മാർ മേൽമുണ്ടായിരിക്കണമെന്ന് പറയുന്നത്. പണ്ട് പുരുഷന്മാരും സ്ത്രീകളും എല്ലാം മേൽമുണ്ട് ഇല്ലാതെ ആയിരുന്നു കേരളത്തിലെ ക്ഷേത്രങ്ങൾ കയറി. അതൊക്കെ കാലങ്ങൾ കുറെ അതുപോലെ എല്ലാ കാര്യത്തിലും മാറ്റമുണ്ട്. അപ്പോൾ ഇത് ബാക്കിയുള്ളവർക്ക് ബാധകമല്ലേ? സ്ത്രീകൾക്ക് ബാധകമല്ലേ? സ്ത്രീകളുടെ നെറ്റിയിലാണ് പറഞ്ഞത്. ശരി, ഓക്കെ. എന്തായാലും കാലാകാലങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനങ്ങൾ നല്ലത്. ഹിന്ദു സമൂഹത്തിൽ മാത്രം മാറ്റങ്ങൾ വരുത്തുക, എല്ലായിടത്തും വരണം ശ്രീ. എല്ലാ മതത്തിലും വരണം. എല്ലാ മതത്തിലും ഈ പറയുന്ന ആൾക്കാരൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ മുഖ്യമന്ത്രിയാണെങ്കിലും മറ്റുള്ള മതത്തെ കുട്ടിച്ച് കളിക്കാത്ത. അപ്പൊ ഇത് പറഞ്ഞതുകൊണ്ട് ഒരു മതത്തിന്റെ കാര്യം പറഞ്ഞാൽ മറ്റെല്ലാ മതത്തിന്റെ കാര്യം പറഞ്ഞിട്ടേ പറയാവൂ എന്ന് പറയാൻ കഴിയുമോ? അല്ല, അത് ഈ ഹിന്ദു മതത്തിൽ മാത്രമാണ് ഈ അടുത്ത കാലങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു മതം ശരിയല്ല, അല്ലെങ്കിൽ അവരുടെ ആചാരം ശരിയല്ല, അത് അങ്ങനെയല്ലല്ലോ. ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ, വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഭൂരിപക്ഷം വരുന്ന ജനതയുടെ മതം എന്ന രീതിയിൽ കൂടി ഹിന്ദു മതത്തിലാണ്. അങ്ങനെയല്ലേ വലിയ അനാചാരങ്ങളൊക്കെ നിലനിന്നിരുന്നതും മാറ്റം വരുത്തിയതും എല്ലാം ഈ ഹിന്ദു മതത്തിലല്ലേ? അപ്പോൾ അതൊന്നും വേണ്ടെന്ന് പറയാൻ കഴിയും. ആചാരങ്ങൾ ഈ മൃഗബലിയാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് മാറ്റേണ്ടത് തന്നെ. അതൊക്കെ മാറ്റി എന്നിട്ട് മറ്റുള്ള മതങ്ങളിൽ ഈ ആചാരങ്ങൾ നടക്കുന്നുണ്ട്. അതും എല്ലാം മാറണം. മറ്റവരെല്ലാം നന്നായിട്ട് ഞങ്ങൾ നന്നാവും എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥം? മറ്റുള്ള മതങ്ങളിൽ ഒരു മുസ്ലിം പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഇതേ പിണറായി വിജയൻ തന്നെയല്ലേ പണ്ട് പറഞ്ഞത് നബിയുടെ മുടി കൊണ്ടുവന്നപ്പോൾ അത് ആരുടേതായാലും മുടി ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞത്? ഇതേ പിണറായി വിജയനല്ലേ? അത് അവരുടെ ആചാരങ്ങളൊന്നുമല്ലേ? അത് ആചാരമല്ലാത്തത്. അവിടെ കൊണ്ടുവന്ന് വലിയ പള്ളി നിർമ്മിക്കാനും വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിന്നപ്പോൾ ഇതേ പിണറായി വിജയൻ തന്നെയല്ലേ ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞത്? ചില പുരോഹിതന്മാർ, ക്രിസ്ത്യൻ പുരോഹിതന്മാർ വന്ന് ചില അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അവരെ വിളിച്ച അദ്ദേഹം പറഞ്ഞ ഭാഷ ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ. വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നല്ലേ? അപ്പോൾ പിന്നെ ആരെയും പറയില്ലേ ഞങ്ങൾ അവരെല്ലാം നന്നാവെന്ന് പറയുന്നത് എന്താണ് അർത്ഥം? അതെന്താണ് താങ്കൾ പറയുന്നത്? ശ്രീ സജി അങ്ങനെ പറയരുത്. ഞാൻ ചോദിച്ചതാണ്, എന്താണ് അദ്ദേഹം ക്രിസ്ത്യൻ പുരോഹിതന്മാരെ ഒരിക്കൽ വിളിച്ചത്? അദ്ദേഹത്തിന്റെ സംസ്കാരം ആണല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഹിന്ദുക്കളെ മാത്രമേ പറയൂ എന്ന് പറയുന്നതിനകത്ത് അർത്ഥമുണ്ടോ? തെറ്റ് കണ്ടാൽ തെറ്റാരോട് പറയണം. കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ സംസാരിക്കണം. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ അനിൽകുമാർ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ അനിൽകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ശ്രീ അനിൽകുമാർ കേൾക്കാമോ? ശ്രീ അനിയൻകുട്ടിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ അനിയൻകുട്ടി, കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത് തന്നെയാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ആരാണ് ആദ്യം സംസാരിക്കുന്നത്? ശ്രീ അനിയൻകുട്ടി അല്ലേ? നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. സാറേ, ഇത് ഒരു
എല്ലാ മതസ്ഥർക്കും ഓരോ ആചാരങ്ങളുണ്ട്. ഹിന്ദുക്കൾക്കുണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട്, ക്രൈസ്തവർക്കുണ്ട്, ബുദ്ധമതത്തിൽ എല്ലാവർക്കും അതായത് ആചാരങ്ങളും അനുഷ്ഠാനമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊരു ആവശ്യമില്ലാത്തൊരു വിവാദമാണ്. ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്, ഷർട്ട് ഇടാതെ കയറിയിട്ടുണ്ട്, ഷർട്ട് ഇട്ടുകൊണ്ടും കയറിയിട്ടുണ്ട്. പക്ഷെ അവിടെ ആരും വരക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സംഭവം നമ്മുടെ രാജ്യത്തെ കേരളത്തിലോ ഷർട്ട് ഇടാതെ കയറണം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഷർട്ട് ഇട്ട് കയറിയിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പോൾ അവിടെ ആരും വരക്കിയിട്ടില്ല. പക്ഷേ ഷർട്ട് ഇടാതെ കയറണം എന്ന് പറയുന്നിടത്ത് പലയിടത്തും ഷർട്ട് നമുക്ക് ഊരണമെങ്കിൽ നമുക്ക് ഊരാം, ഇടണമെങ്കിൽ ഇടാം. അതിനകത്തൊന്നും ഇപ്പം പഴയ കാലത്ത് പോലുള്ള ഇപ്പൊ അതൊക്കെ ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ട്. ജനങ്ങളെ ഇഷ്ടം പോലെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും എല്ലാം കയറിക്കൊണ്ട് ഇറങ്ങിക്കൊണ്ടേ അവിടെ ചില അതൊക്കെ കണ്ടില്ല അടച്ചില്ല, അങ്ങനെ അതുകൊണ്ടൊന്നും ഒരു അർത്ഥവുമില്ല. അതുകൊണ്ട് ഈശ്വരൻ നമുക്ക് അനുഗ്രഹം തന്നില്ലെന്നൊന്നും നമ്മൾ കരുതേണ്ട കാര്യമില്ല. പിന്നെ ഇത് ഒരു ആവശ്യമില്ലാത്ത ഒരു വിവാദമാണ്. മുഖ്യമന്ത്രിക്ക് പറയേണ്ട കാര്യമല്ല ഇത്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പറയാം. ശ്രീ അനിൽകുമാർ കൂടി ചേർന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ അനിൽകുമാർ, താങ്കൾ സ്വാമി സച്ചിദാനന്ദ തുടങ്ങി വെച്ച ഈ വിഷയം, അതിനെ തുടർന്ന് മുഖ്യമന്ത്രിയും ജി സുകുമാരൻ നായരും ഒക്കെ പറഞ്ഞ അഭിപ്രായങ്ങൾ അത് താങ്കൾ കേട്ട് കാണുമല്ലോ. എന്താണ് താങ്കൾക്ക് അതിൽ പറയാനുള്ളത്? വളരെ മോശമായി സംസാരിച്ച ഒരു മറുപടി താങ്കൾ പറയുന്നത് കേൾക്കുന്നില്ല. ശ്രീ അനിൽകുമാറാണ് കൊല്ലം. ശ്രീ അനിൽകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഹലോ ശ്രീ അനിൽകുമാർ, കേൾക്കാമോ? കേൾക്കാം. ഹലോ പറഞ്ഞോളൂ. ഹലോ ശ്രീ അനിൽകുമാർ, താങ്കൾ ആ ടി വി ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഞാൻ ഈ വിഷയത്തെ കാണുന്നത് ഇത് കേൾക്കാം, പറഞ്ഞോളൂ. ധൈര്യമായി തുടർച്ചയായി. ഇത് ഒരു ആവശ്യമില്ലാത്ത വിവാദങ്ങളാണ്. കാരണം ഒരു വിശ്വാസവും. ഹലോ, താങ്കളെ ടി വി മ്യൂട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്. ഹലോ സാർ, കേൾക്കുന്നുണ്ട്? ഹലോ, താങ്കളെ ടി വി മ്യൂട്ട് ചെയ്യൂ. ഓഫ് ചെയ്തു. ഇനി പറയൂ സാറേ. ഇത് ഒരു ആവശ്യമില്ലാത്ത വിവാദമാണ്. വിവാദം എന്ന് പറയുമ്പോൾ ഷർട്ട് ഇടാതെ ക്ഷേത്രത്തിൽ കയറുന്നും പറഞ്ഞ ഒന്നുമില്ല. ആ ആചാരങ്ങളൊക്കെ എന്നെ ഒഴിവാക്കേണ്ട കാലം കഴിഞ്ഞു. പണ്ട് മാറുമുറയ്ക്കാത്ത കാലത്തേക്ക് വീണ്ടും പോകുന്ന ഒരു അവസ്ഥയാണ്. മുഖ്യമന്ത്രി പറഞ്ഞ ആ ഒരു ന്യായമായ കാര്യമാണ്. ഇത് കുറെ കക്ഷികൾ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു. അല്ലാതെ ഇതിനകത്തൊരു തിരിവോ ഒറ്റപ്പെടുത്തലിന്റെ ഒന്നും ആവശ്യമില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അജിത്ത് കൂടി ചെയ്യുന്നുണ്ട്, കോഴിക്കോട് നിന്നാണ്. ശ്രീ അജിത്ത്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്തേ സർ. നമസ്തേ. കിട്ടിയത് വളരെ സന്തോഷമായി. എന്താണ് പലപ്പോഴും വിളിച്ചിട്ട് കിട്ടാറില്ലേ? 180 പ്രാവശ്യം മൊത്തം ഞാൻ വിളിച്ചിട്ടുണ്ട്, ആദ്യമായിട്ട് കിട്ടിയത്. ശരി, എന്തായാലും താങ്കൾക്ക് ഇത്തവണ അതുകൊണ്ട് അവസരം കൂടുതൽ സമയം തരാം, പറഞ്ഞോളൂ. സന്തോഷമായി. ഇനി കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാല് അഴിക്കണം എന്ന് പറയാൻ ഞാൻ മതി നമ്മളെ ഗവൺമെന്റ്. കാരണം കുറച്ചു ദിവസം മുമ്പ് ഏതോ ഒരു എക്സാമിന് മുസ്ലിം കുട്ടികള് മൊത്തം മറയുന്നത് ഇട്ടിട്ട് പോയിരുന്നു. അപ്പോ ഇതിങ്ങനെ ഇടാൻ പറ്റില്ല, മുഖം കാണണം എന്ന് പറഞ്ഞു. ഇനിയിപ്പോ അമ്പലത്തിൽ കയറുന്നവർ അങ്ങനെ പോയാല് എന്താവും സ്ഥിതി എന്നുള്ളത് എനിക്ക് അറിയില്ല സർ. പിന്നെ എല്ലാവർക്കും അവരവരുടേതായ രഹസ്യങ്ങളുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ രഹസ്യങ്ങളുണ്ട്. രാഷ്ട്രീയ കമ്മിറ്റിയിൽ മാത്രമേ പറയാവുള്ളൂ എന്ന് നമ്മളെ മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അവരവരുടേതായ രഹസ്യങ്ങളുണ്ടാവും, ചിന്തകളുണ്ടാവും, കാര്യങ്ങളുണ്ടാവും. ശ്രീ അരുൺ കൂടി ചേരുന്നുണ്ട്, ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീ അരുൺ, ആലപ്പുഴയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആലപ്പുഴ ചേർത്തലയിൽ നിന്നാണ്. ചേർത്തലയിൽ നിന്നാണ്. ഓക്കെ, താങ്കൾ എന്തായാലും ഇന്നലെ ശിവഗിരി മഠം പ്രസിഡന്റ് ശ്രീ സച്ചിദാനന്ദ പറഞ്ഞതും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അതിനെ അനുകൂലിച്ചു പറഞ്ഞതും ഇന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞതും ഒക്കെ കേട്ട് കാണുമല്ലോ. എന്താണ് താങ്കൾക്ക് ഇതിൽ അഭിപ്രായം? അല്ല, എനിക്കിതില് ഇപ്പോ ഈ പറഞ്ഞ പോലെ നവോത്ഥാനത്തിന്റെ ഒരു കേന്ദ്രമാണ് കേരളത്തിലെ ശിവഗിരി മഠം എന്ന് പറയുന്നത്. അപ്പൊ അതില് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കേവലം സച്ചിദാനന്ദ പറഞ്ഞ ആ ഒരു വാക്കുകളിലേക്ക് മാത്രം ഇത് ചുരുക്കി കെട്ടരുത്. കാരണം ചർച്ചയിൽ കൊണ്ടുവരുമ്പോൾ ഇപ്പൊ സന്യാസി മഠമാണ് ശിവഗിരി മഠം. ഈ ശിവഗിരി സന്യാസി മഠം ഈ ശിവഗിരി തീർത്ഥാടനമായിട്ട് പറയുന്നതിന് മുമ്പ് 2024 മാർച്ച് 24-ാം തീയതി ഒരു സന്യാസി സംഗമം തൃശ്ശൂർ പേരിൽ നടന്നിരുന്നു. ഏകദേശം 400ഓളം മഠങ്ങൾ, അതായത് അമൃതാനന്ദമയി മഠം,
അങ്ങനെയുള്ള മഠങ്ങളുടെ അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ അവിടെ ഒരു സംഗമം നടത്തിയിട്ട് അന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ ഷർട്ട് ഊരാനുള്ള വിലക്ക് നീക്കണം എന്നുള്ളത്. പക്ഷെ അത് അന്ന് ചർച്ചയിൽ വന്നില്ല. പക്ഷെ ഇന്നിപ്പോ ഈ ഒരു വിവാദമായ പശ്ചാത്തലത്തിൽ ശിവഗിരി മഠത്തിനെതിരായിട്ട് NSSന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന പ്രസിഡന്റ് എടുത്ത ആ ഒരു പരാമർശമായിട്ട് ബന്ധപ്പെട്ട് വിവാദത്തിലിരിക്കുകയാണ്. അപ്പോൾ സമൂഹം ചർച്ച ചെയ്യപ്പെടുമ്പോൾ എല്ലാം ചർച്ച ചെയ്യപ്പെടണം. കാരണം കേരളത്തിൽ ഒഴിച്ചു ബാക്കി ഒരു സംസ്ഥാനത്ത് ഏത് ക്ഷേത്രങ്ങളിൽ കയറണമെങ്കിലും ഉടുപ്പിടാം. ഇത് ഇന്നും കൊണ്ടു നടക്കുന്നത് കേരളമാണ്. കേരളത്തിലെ സന്യാസി സമൂഹം ശിവഗിരി മാത്രമല്ല ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പറഞ്ഞ 2024 മാർച്ച് 24 നടന്ന സംഗമത്തിൽ ഒരു 400ഓളം സന്യാസി സമൂഹത്തിന്റെ കൂട്ടായ്മയും ഇത് ആവശ്യപ്പെട്ടു. അതിനെ കുറിച്ച് കൃത്യമായി എനിക്കറിയില്ല. പക്ഷേ സ്വാമി ചിന്മയാനന്ദപുരി അടക്കമുള്ളവരും ഇതേ അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് സംസാരിച്ചത്. കാരണം കൃത്യമായിട്ട് ആ ഡേറ്റ് വെച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ ഡേറ്റിൽ നടന്ന സംഗമം ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത്രയും പേരുടെ ഒരു ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ് സന്യാസിമാർക്കും. ശിവഗിരി മഠാണെങ്കിലും മറ്റു സന്യാസിമാരാണെങ്കിലും. അപ്പൊ അവരങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങളും ഈ വിഷയം ചർച്ച ചെയ്യാനെടുത്തത്. ശ്രീ മധുരാജാണ് ചേർത്തലയിൽ നിന്ന് ചേരുന്നത്. ശ്രീ മധുരാജ്, താങ്കളുടെ അഭിപ്രായം പറയാം. നമസ്കാരം. ഞാൻ ഈ ശബരിമല വിഷയം ഒരു വിശ്വാസികളുടെ വിശ്വാസം വന്ന സമയത്തോ വിളിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോഴാണ് വിളിക്കുന്നത്. പിന്നെ ഓരോ ക്ഷേത്രങ്ങളിലും അതിൻ്റെതായ ആചാരങ്ങൾ അനാചാരങ്ങൾ മാറി വന്നിട്ടുണ്ട്. പക്ഷേ ആചാരങ്ങൾ, ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, കന്യാകുമാരി മുതൽ ഉടുപ്പി വരെയുള്ള ഹിന്ദു ക്ഷേത്രങ്ങളും അതിൻ്റെതായ ഓരോ ആചാരങ്ങൾ ഹിന്ദുസം ടുഡേക്ക് വേണ്ടി അമേരിക്കൻ മാഗസിനിന്റെ പ്രസ് ഫോട്ടോഗ്രാഫർ ചെയ്ത ഒരാൾ കൂടിയാണ്. ഓരോയിടത്തും ഓരോ സ്ഥലങ്ങളിലും അതിൻ്റെതായ ആചാരങ്ങളുണ്ട്. പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. രാഷ്ട്രീയം എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം പറയാം, സന്യാസി സ്റ്റേഷനും പറയാം. പക്ഷെ ഞാൻ ഒരൊറ്റ കാര്യം ഇപ്പൊ പറഞ്ഞോട്ടെ, അത് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കാവുന്ന ക്ഷേത്രങ്ങൾ ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങളിൽ പല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം, വളരെ പവിത്രമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ സന്യാസി ശ്രേഷ്ഠന്മാർ ഞാൻ അവിടെ പോയി ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ കൊല്ലം ജില്ലയിലുള്ള ഒരു അബ്കാരി മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ ഇങ്ങനെ ഒരു സംഭവം വരുന്ന സമയത്ത് ഗുരുദേവന്റെ ആദർശങ്ങൾ ആലേഖനം ചെയ്ത ഷാൾ അണിയിച്ച് ഈ 35 പേരെ പരോക്ഷമായിട്ട് കൊന്നൊടുക്കിയ ഒരാളെ സ്വീകരിച്ച നാട്ടിൽ അതൊന്ന് ചർച്ച ചെയ്യപ്പെടട്ടെ. താങ്കൾ ഒരു നിരീശ്വരവാദിയുടെ ഒരു കാര്യമായിട്ടാണ് എനിക്ക് അവിടെ നിന്നുള്ള അവതാരകൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത്. കാരണം ഒരു 10 പേരോളം താങ്കൾ അതിനുവേണ്ടി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെയല്ല ശ്രീ മധുരാജ്, ഒരു വിഷയം ഞാൻ പറഞ്ഞോട്ടെ. താങ്കൾ ഇങ്ങനത്തെ വിഷയമായിട്ട് വരുന്നതിൽ നിഷ്പക്ഷമായിരിക്കണം. ഓരോരുത്തർക്കും വിശ്വാസമുണ്ട്. ശ്രീ മധുരാജ്, ഞാൻ താങ്കൾ പറഞ്ഞത് പറയാൻ പൂർണ്ണമായി അനുവദിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഓരോരുത്തർക്കും പറയാൻ അവകാശമുണ്ട്. പക്ഷേ വിശ്വാസമില്ലാത്തവർക്ക് പറയാൻ അവകാശമില്ല എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. വക്കീലിനെ പോലെ നടുക്ക് നിൽക്കണം മാഷേ. നിങ്ങൾ ഒരു 10-20 പേരോട് വളരെ ഇതായിട്ട് നിങ്ങൾ അത് ശ്രീ മധുരാജ്, ഞാൻ പറയുന്നത് കേൾക്കാമെങ്കിൽ ഞാൻ മറുപടി പറയാം. അത് തെറ്റാണത്. ശരി, ഓക്കെ. സുരേഷ് വെല്ലുമിറ്റം മുതൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ഈ ചാനലിലൂടെ. ശ്രീ മധുരാജ്, ഞാൻ പറയുന്നത് കേൾക്കാമെങ്കിൽ. തമ്മിലൊരു ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. എന്നെ കൊണ്ട് ഒരു ഫോട്ടോഗ്രാഫി ചെയ്യാനായിട്ട് മുസ്ലിമിന്റെ ഒരു സഹോദരങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഒരു മുസ്ലിങ്ങളുടെ ഇതിലേക്ക് കേറാൻ പോലും പറ്റില്ല. ശ്രീ മധുരാജ്, താങ്കൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാമെങ്കിൽ മറുപടി പറയാൻ കേൾക്കാമെങ്കിൽ താങ്കൾക്ക് ആവശ്യത്തിന് സമയം തന്നെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞത് കേരളത്തിൽ വിശ്വാസികളുടെ കാര്യം നോക്കിക്കൊള്ളും, വിശ്വാസമില്ലാത്തവർ അതിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വിശ്വാസികളുടെ കാര്യം നോക്കും, അവിശ്വാസികളുടെ കാര്യം അവിശ്വാസികൾ നോക്കുമെന്നല്ല. ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കുന്ന ഏതു മനുഷ്യനും വിശ്വാസികളുടെ കാര്യത്തിലും അവിശ്വാസികളുടെ കാര്യത്തിലും അഭിപ്രായം പറയാൻ തുല്യമായ അവകാശമാണുള്ളത്. അല്ലെങ്കിൽ വിശ്വാസികൾക്ക് കൂടുതൽ അധികമായ എന്തെങ്കിലും അവകാശം ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ പറയുന്നതിനില്ല. അവിശ്വാസിക്കുള്ള അവകാശം മാത്രമേ വിശ്വാസിക്കുമുള്ളൂ. അതാണ് ജനാധിപത്യത്തിൽ എല്ലാവർക്കും തുല്യമായ അവകാശം തന്നെയാണുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. പെൺകുട്ടികളെ എന്തുകൊണ്ട് ശബരിമലയിലേക്ക് കയറ്റിയില്ല? എന്തുകൊണ്ട് പിണറായി വിജയനോ അല്ലെങ്കിൽ ഒരു സംഘടനയോ ഇടപെട്ടും കയറ്റിയില്ല? 50 വയസ്സിനുള്ളിലുള്ള 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ലേഡീസിന് ശബരിമല സ്ത്രീകളെ കയറ്റിയതോ കയറ്റിയില്ല എന്നുള്ളതല്ല നമ്മളുടെ ഇപ്പോഴത്തെ വിഷയം. അന്നത്തെ താങ്കൾ നവോത്ഥാനം പറഞ്ഞു. അതെ, ആ നവോത്ഥാനം ഉണ്ടായതുകൊണ്ടാണ് എനിക്കും താങ്കൾക്കുമൊക്കെ ഇന്ന് ഈ കാലത്ത് ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും ഈ സമൂഹത്തിൽ നന്നായി ജീവിക്കാൻ കഴിയുന്നത്. കേരളത്തിൽ ഇന്ന് ഈ അവസ്ഥയുള്ളത് ആ നവോത്ഥാനം കേരളത്തിൽ സാധ്യമായതുകൊണ്ടാണ്. നിങ്ങളെ നിരീശ്വരവാദി ഇംപ്ലിമെന്റ് ശ്രമിക്കില്ല ഇവിടെ. ശ്രീ മധുരാജ്, താങ്കൾക്ക് ആവശ്യത്തിലേറെ സമയം തന്നു. താങ്കളുടെ ഭാഗത്ത് പിന്മാറാൻ തയ്യാറല്ല. നിരീശ്വരവാദം ഇംപ്ലിമെന്റ് ചെയ്യല്ല. നിരീശ്വരവാദിക്കായാലും വിശ്വാസമില്ലാത്തവർക്കായിരിക്കും. ഇപ്പോൾ മുസ്ലിമിന്റെ കാര്യം മുസ്ലിം മാത്രം ചർച്ച ചെയ്താൽ മതി എന്നല്ല. അത് പറയാൻ അഭിപ്രായം പറയാൻ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും നിരീശ്വരവാദിക്കും ഒരുപോലെ അവകാശമുണ്ട്.
അതുതന്നെയാണ് ഏത് മതത്തിൻ്റെ കാര്യമായാലും. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെയും. അതാണ് ജനാധിപത്യത്തിലെ സംവിധാനം. കേരളത്തിൽ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സമരം ചെയ്തവരെല്ലാം വിശ്വാസികളൊന്നും ആയിരുന്നില്ല. അവിശ്വാസികൾ കൂടി ചേർന്നാണ് കേരളത്തിൽ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി വലിയ സമരം നയിച്ചത്. ആ സമര നായകന്മാർ ആരാണെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. എന്താ ആ കാര്യമെല്ലാം മറന്നു പോകുന്നത്? നടത്തിയിട്ടുണ്ട് ശവസംസ്കാരം, പള്ളികളുടെ ഈ കൊറോണ വന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്ത് നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ ആലപ്പുഴയിൽ നിന്നും ശ്രീ അരുൺ കൂടി ചേരുന്നുണ്ട്. ശ്രീ അരുൺ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, താങ്കൾ എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത്? കിരണേ, ഞാനൊരു കാര്യം പറയുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ല, താങ്കൾ പറഞ്ഞോളൂ. താങ്കൾ സ്ഥിരമായി പറയുന്നതല്ലേ. കാരണം കിരൺ ഇന്ന് വടി കൊടുത്ത് ഒരുപാട് അടി വാങ്ങിച്ചിട്ടുണ്ട്. കിടക്കട്ടെ, ഇതെല്ലാം വേണ്ടതല്ലേ ചിലർക്ക്. അല്ല, ഒരു അവതാരകൻ എന്നുള്ള ഞാൻ പറയട്ടെ പറഞ്ഞ ഇനി മേലെ വിളിക്കത്തില്ല. കിരൺ ഒരു അവതാരകൻ എന്നുള്ള രീതി കിരൺ ചെയ്യേണ്ടത് ഈ പ്രേക്ഷകർക്ക്, ഞങ്ങളെപ്പോലെ പ്രേക്ഷകർക്ക് പറയാനുള്ള കേൾക്കുക, അതിനുശേഷം ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കമന്റ് ചെയ്യുക. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ സംസാരമാണ് കൂടുതലും കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇച്ചിരി നേരെയാണ് നിങ്ങൾ സൈലന്റ് ആയിട്ട്. നിങ്ങൾ ആരെന്ന് പറഞ്ഞാൽ ആരെ കൊണ്ടൊന്നും പറയിപ്പിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നോക്കരുത്. ഇതൊരു ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്ന വിഷയമാണ്. ജനത്തിന് പറയാനുള്ള കേൾക്കുക. ഞാൻ 72 വയസ്സാകാൻ പോകുന്ന ആളാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. എന്റെ അത്രയും പ്രായം നിങ്ങൾക്കില്ല. നിങ്ങൾ ചെയ്യേണ്ട ഒരു മര്യാദ അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ചർച്ച വെക്കുന്ന ജനങ്ങളുടെ അഭിപ്രായം അറിയാനല്ലേ. അപ്പൊ താങ്കളുടെ അഭിപ്രായം താങ്കൾ പറഞ്ഞോളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ആദ്യം തന്നെ ശിവഗിരി മഠത്തിലെ മഠാധിപതി ആയാലും ശരി, പിന്നെ ഇനിയിപ്പോ മുഖ്യമന്ത്രി ആയാലും ശരി, പിന്നെ ജനത്തിന് ഇപ്പൊ ഈ SNDP എന്നുള്ള പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചാലുള്ള ഇവരാദ്യം തന്നെ ആ പ്രസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളൊക്കെ മര്യാദ ബന്ധപ്പെട്ട ആളുകളല്ല രണ്ടുപേരും. അല്ല SNDP പ്രസ്ഥാനത്തിന് ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് ഇപ്പൊ വെള്ളാപ്പള്ളി നടന്നാണല്ലോ എല്ലാത്തിലും വലിയ. അല്ല, വെള്ളാപ്പള്ളി അല്ല ഇതിൽ വെള്ളാപ്പള്ളി ഇതിൽ അഭിപ്രായം ഒന്നും പറയണ്ടില്ല. ഇത് ശിവഗിരി മഠവും പറയല കാര്യം എന്താണെന്നറിയാമോ? അവരുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ പോലും ഇത് വളരെ നടപ്പാക്കണം. അത് തന്നെയാണ് അവർക്ക് യഥാർത്ഥത്തിൽ വലിയ വിമർശനം ഉന്നയിച്ചത്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലടക്കം ഇത്തരം അനാചാരങ്ങളുണ്ട്, ആ അനാചാരങ്ങളടക്കം തിരുത്തണം. ശ്രീനാരായണ ഗുരു ക്ഷേത്ര സംസ്കാരത്തെ മാറ്റിയ വ്യക്തിയാണ്. അതല്ല, അവര് പറയാത്തതാണ് ഞാൻ ഗുരുദേവൻ എന്ത് ചെയ്തതെന്ന് പറഞ്ഞു അതെല്ലാം ചെയ്യുന്നവരാണ്. ആ വിമർശനം തന്നെയാണ് ഉന്നയിച്ചത് സ്വാമി സച്ചിദാനന്ദ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിമർശനം അത് തന്നെയാണ്. അദ്ദേഹം എടുത്തു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ശ്രീ ശശിധരൻ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത് പറഞ്ഞു? അതുകൊണ്ടാണ് താങ്കൾ പറയുന്നത് പലപ്പോഴും ഈ നമ്മൾ ഇടയ്ക്ക് കയറി പറയുന്നു എന്ന് പറയുന്നത്. ശ്രീ ശശിധരൻ, ഞാൻ പറഞ്ഞോളട്ടെ, ഒരു മിനിറ്റ് കേൾക്കൂ. സ്വാമി സച്ചിദാനന്ദ അഭിപ്രായം പറഞ്ഞത് കേരളത്തിലെ ഈ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളടക്കം ഇത്തരം അനാചാരങ്ങളുണ്ട്. ശ്രീനാരായണ ഗുരു ക്ഷേത്ര സംസ്കാരത്തെ പരിഷ്കരിച്ച ആളാണ്. അവർ ഇത്തരം അനാചാരങ്ങൾ വെച്ചു പുലർത്തുന്നത് ശരിയല്ല. ജ്യോത്സ്യത്തിനും പ്രശ്നക്കാർക്കും പിന്നാലെ പോകുന്നത് ശരിയല്ല. മുഹൂർത്തം നോക്കുന്ന രീതി ഉള്ളത് ശരിയല്ല. കേരളത്തിൽ ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തം നോക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പ്രതിഷ്ഠ നടത്തി, ഇനി നിങ്ങൾ മുഹൂർത്തം നോക്കിക്കോളൂ എന്ന് പറഞ്ഞ ആളാണ് ശ്രീനാരായണ ഗുരു. ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞതും കൃത്യമായി വിമർശനം ഉന്നയിച്ചതും ഈ SNDPയുമായി ബന്ധപ്പെട്ട ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളുടെ കാര്യത്തിലടക്കമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം വിമർശിച്ചതിൽ ഏറ്റവും വിമർശനത്തിന് ഒന്നാമത്തെ മുന ചെന്നുകൊള്ളുന്നത് SNDPക്ക് നേരെ തന്നെയാണ്. SNDP അല്ല അഭിപ്രായം പറഞ്ഞതും അതുകൊണ്ടാണ്. ഗുരുദേവൻ ഒരു മതത്തിന്റെ ആളായിരുന്നോ? അല്ല, ഒരു മതത്തിന്റെയും ആളായിരുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, അങ്ങനെയുണ്ടെങ്കിൽ ഇവർക്കൊക്കെ പറയാനുള്ള അധികാരമുണ്ട്. മറ്റു പിന്നെ സമുദായങ്ങളിൽ കാണിക്കുന്ന ഏറ്റവും വലിയ ഇതൊന്നുമല്ല, തട്ടിടാതെ കയറുന്നൊന്നും ഒന്നുമല്ല. ഒരു സ്ത്രീക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല എന്നുള്ളത്, ഒരു മുസ്ലിം ദേവാലയത്തിൽ പോകാൻ പറ്റില്ല. അത് ഏറ്റവും വലിയ വിഷയമാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്നത്. അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല. ഈ മുഖ്യമന്ത്രി എന്താ പറയാത്തത്? മുഖ്യമന്ത്രി ഒന്ന് പറഞ്ഞുകൂടെ? ശ്രീ ശശിധരൻ, അന്നേരം താങ്കൾ പറയുന്നത് ഈ മറ്റുള്ളവരെല്ലാം നന്നതിന് ശേഷം മാത്രമേ ഈ മതത്തെക്കുറിച്ച് അഭിപ്രായം പറയാവുള്ളൂ, അങ്ങനെയാണോ? എല്ലാം പറയണം. ഈ വോട്ടിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ താങ്കളെ തുടക്കം മുതൽ കേട്ടോണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു. കിരൺ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഒരു നികൃഷ്ടജീവി പ്രയോഗത്തിന്റെ കാര്യം പറഞ്ഞു. അത് നല്ലതാണെന്നാണോ കിരൺ പറയുന്നത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്താണ്, അദ്ദേഹം എന്നോട് പറഞ്ഞത് മുസ്ലിമിനെതിരെയോ ക്രിസ്ത്യാനിക്കെതിരെയോ അഭിപ്രായം പറയാൻ മുഖ്യമന്ത്രിക്ക് ഭയമാണ്. മുഖ്യമന്ത്രി ഹിന്ദു വിഷയത്തിൽ മാത്രമേ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞു. അവിടെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. അതെന്തോ ആയിക്കോട്ടെ, അഭിപ്രായമോ അവഹേളനമോ ഒക്കെ ആയിക്കോട്ടെ. അത് ഓരോരുത്തരുടെയും അവരവരുടെ രീതിയിൽ അനുസരിച്ച് സംസാരിക്കും. ശരി, ഓക്കെ. എന്തായാലും താങ്കൾക്ക് ആവശ്യത്തിലേറെ സമയം കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്കൾ പറഞ്ഞ അഭിപ്രായം പൂർണ്ണമായും മറ്റ് അഭിപ്രായങ്ങൾ കേൾക്കാതെയാണ് എന്നുള്ള വിഷയത്തിൽ ആണ് ചൂണ്ടിക്കാണിച്ചതും. അങ്ങനെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ തൽക്കാലം നിർവാഹമില്ല. ശ്രീ സുരേഷ് കുമാർ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ സുരേഷ് കുമാർ, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ സമയം അവസാനിക്കാറായി, അതുകൊണ്ടാണ്. അല്ല, ഈ വിഷയം ആദ്യമായിട്ട് പറഞ്ഞത് ചിദാനന്ദപുരി സ്വാമികളാണ്. അതെ, അദ്ദേഹം നേരത്തെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം ക്ഷേത്രത്തില്
ശരിക്കും പറഞ്ഞാൽ ഷർട്ടിടാതെ തന്നെ ഷർട്ട് ഇട്ടുകൊണ്ടേ കയറാവുള്ളൂ. കാരണം മറ്റൊരാളുടെ വിശർപ്പ് നമ്മുടെ ശരീരത്തിൽ കയറയില്ലേ, അത് നമുക്ക് തട്ടല്ല, അതൊരു അലോസരമല്ല. നമ്മൾ ക്ഷേത്രത്തിലല്ലേ ചെല്ലുന്നത്. അപ്പൊ അത് മാത്രമല്ല, നമ്മളിലെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ മാറ്റിമറിച്ചിട്ടുണ്ട്. അതേ കണക്ക് ഇതും ഒരു തെറ്റെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ 2, ഞാനൊരു ക്ഷേത്ര ശാന്തിയായിരുന്നു. പറഞ്ഞതിൽ ഒരുപാട് തെറ്റുകളുണ്ട്. കാരണം ഒരാള് ഷർട്ട് ഊരണത് പൂണൂല് കാണിക്കാനാണെന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരല്പ കടന്ന കൈയായി പോയി. ഞാനല്ല പറഞ്ഞത്, അത് പറഞ്ഞല്ലേ സ്വാമി സച്ചിദാനന്ദയാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി കേരളത്തിൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് പറഞ്ഞത്. അതെ, സത്യാനന്ദ സ്വാമി ആ പറഞ്ഞതിലുള്ള ഒരു തെറ്റാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മളെ കേരളത്തിൽ അപൂർവ ആൾക്കാരല്ലേ ഇങ്ങനെ പൂണൂലിട്ടിട്ടുള്ളൂ. അവര് ഈ പൂണൂല് കാണിക്കാനാണ് ക്ഷേത്രത്തിൽ ഷർട്ട് ഇട്ടുകൊണ്ട് കാരണം ഷർട്ട് ഇടാതെ കാരണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തെറ്റല്ലേ? ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ്. പലരും വൈകാര്യമായ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. അങ്ങനെ വൈകാര്യമായ പ്രതികരണം ഉണ്ടാകുമെന്നും രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകും എന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഈ വിഷയം എടുത്തത്. കാരണം ഇത്തരം വലിയ മാറ്റങ്ങൾക്കും വലിയ ചർച്ചകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത്തരം വൈകാര്യമായ വലിയ അഭിപ്രായ പ്രകടനങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അത്തരം എതിർപ്പുകളൊക്കെ ചർച്ച ചെയ്തും സംവാദങ്ങളിലൂടെയും ഒക്കെയാണ് കേരളം ഇക്കാലം അത്രയും മാറിയതും. മറ്റ് സംസ്ഥാനങ്ങൾക്കും ലോകത്തിനും ഒക്കെ മാതൃകയായി കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അത്തരം വലിയ സംവാദങ്ങളും വിവാദങ്ങളും ഒക്കെ കടന്നും സമരങ്ങളും ഒക്കെ കടന്നു തന്നെയാണ് മാറ്റമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം എടുത്തത്. എന്തായാലും നാളെയും ഇതേ സമയം മറ്റൊരു വിഷയവുമായി ന്യൂസ് 18 പൊതുവേദി.